അപ്പർ റൂം പ്രെയർ ലൈൻ മലയാളം നടത്തുന്ന ഈ പ്രെയർ മീറ്റിംഗിൽ ക്രിസ്തുവിന്റെ സാക്ഷ്യം നിമിത്തം, ദൈവവചന നിമിത്തം ആമേൻ കടന്നു വരുവാനും നിങ്ങളോട് ദൈവത്തിന്റെ വചനം സംസാരിപ്പാനും കർത്താവ് എന്നെയും ഈ ദിവസം തെരഞ്ഞെടുത്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ പേര് കർത്താവിന്റെ ദാസി. ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന സന്ധ്യ സിസ്റ്റർ പറഞ്ഞതുപോലെ പാസ്റ്റർ രാജേഷ് പിള്ള എന്നാണ്. ഞാൻ 27 വർഷമായിട്ട് കർത്താവിന്റെ വേല ഒറീസയിൽ ചെയ്തു വരുന്ന ഒരു എളിയ മിഷണറിയാണ്. അതിന് ഉണ്ടായ സംഭവങ്ങൾ, എങ്ങനെയാണ് ഞാൻ ഈ മിഷണറി പ്രവർത്തനത്തിലേക്ക് വന്നത്, അതിന്റെ മുഖാന്തരങ്ങളിലേക്ക് നിങ്ങളുടെ വിലയേറിയ സമയത്തെ ഞാൻ എൻ്റെ കൂടെ വരുവാനായിട്ട് ഞാൻ നിർദ്ദേശിക്കുകയാണ്. ആമേൻ, പ്രൈസ് ലോർഡ്. ആമേൻ, അപേക്ഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സ്വദേശം ഹരിപ്പാടാണ്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ഹരിപ്പാട്, കറുത്തിപ്പള്ളി താലൂക്കിൽ ഹരിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ഒറിയ പാട്ട് കേൾപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ഒറിയ പാട്ട് ഇങ്ങനെയാണ്: കരുണാമയോ ആഹെ കരുണാമയോ കൊരിച്ചി മൂ തുമക്കു ആസ്വാദനം. ആമേൻ. ദയുള്ള കർത്താവേ, കരുണയുള്ള കർത്താവേ, ഞാൻ നിന്നെ ആസ്വദിക്കുന്നു എന്നാണ് ഈ പാട്ടിന്റെ അർത്ഥം. കരുണാമയോ ആഹെ കരുണാമയോ കൊരുചി തുമക്കുമു ആസ്വാദനോ. കരുണാമയോ ആഹെ കരുണാമയോ കൊരുചി തുമക്കുമു ആസ്വാദനോ. मुझकी जाडिची तुम्हें प्रेमामयो, मुझकी जाडिची तुम्हें प्रेमामयो కొరుచి తుమకుము ఆస్వాదనో, కొరుచి తుమకుము ఆస్వాదనో. కరుణామయో ఆహే కరుణామయో కొరుచి తుమకుము ఆస్వాదనో. హజారో హజారో సున్నారు బాటారు ତୁମର ମୁଖା ଭାଗ୍ୟ ଆଦି ଉତ୍ତମ. ହଜାର ହଜାର ସୁନାରୁ ବାଟାରୁ ତୁମରି ମୁଖା ଭାଗ୍ୟ ପ୍ରତି ଉତ୍ତମ. ତୁମେ ମଙ୍ଗଳଗାରୀ ମୋ ମଙ୍ଗଳମୟ, ତୁମେ ମଙ୍ଗଳଗାରୀ ମୋ ମଙ୍ଗଳମୟ. కొరుచి తుమకుము ఆస్వాదనో, కొరుచి తుమకుము ఆస్వాదనో. కరుణామయో ఆహే కరుణామయో కొరుచి తుమకుము ఆస్వాదనో, కొరుచి తుమకుము ఆస్వాదనో. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്, വചനമാണ് കർത്തൃദാസന്റെ ആമേൻ പ്രൈസ് ദി ലോർഡ് ശുശ്രൂഷയിൽ കേട്ടുകൊണ്ടിരുന്നത്. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഞാന് ജനിച്ചതും വളർന്നതും ഹരിപ്പാടാണെന്ന് പറഞ്ഞല്ലോ. ഞങ്ങള് ഒരു ക്ഷേത്ര നഗരിയിൽ ജീവിച്ചു വരുന്നവരായിരുന്നു. എന്റെ പിതാവിന്റെ പേര് ദാസപ്പൻ പിള്ള, എന്റെ അമ്മയുടെ പേര് കാർത്തിയായനി അമ്മ. എനിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് എന്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. അദ്ദേഹത്തെ നാട്ടുകാര് പണ്ട് വിളിച്ചുകൊണ്ടിരുന്നത് തമ്പുരാൻ തമ്പുരാൻ എന്നാണ്. 4 കെട്ടൊക്കെ ഉള്ള ഒരു തറവാടാണ് എൻ്റെ തറവാട്. അതുപോലെ അനേകം വസ്തുവകൾ ഉണ്ടായിരുന്നു പിതാവിന്. അങ്ങനെ അദ്ദേഹം എയർഫോഴ്സിലെ ഒരു ഓഫീസറായിരുന്നു. എന്നാൽ തികച്ച കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ചൈന വാറിന്റെ സമയത്ത് ആ ഉദ്യോഗം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് കടന്നു വരുവാനും പിന്നെ നാട്ടിലുള്ള വസ്തുവകളൊക്കെ നോക്കി, അന്നത്തെ തറവാടിത്തമുള്ള കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ട് അവർ മൊത്തം സ്ഥലങ്ങൾ വിൽക്കാനും അവരുടെ തോന്നിവാസമാണ് അന്നത്തെ കാലത്ത് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ സംഭവിച്ചും തികഞ്ഞ മദ്യപാനിയായിരുന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഹരിപ്പാട്ട് ഒരു ഓഫീസ് കൊടുത്തത് എൻ്റെ പിതാവാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ ജനനം വളരെ പ്രൈസ് ദി ലോർഡ് പ്രതിസന്ധി നിറഞ്ഞതാണ്. വളരെ ലേറ്റായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ അമ്മയുടെ 37ാമത്തെ വയസ്സിലാണ്, എൻ്റെ പിതാവിൻ്റെ 45ാമത്തെ വയസ്സിലാണ് ഞാൻ ജനിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം.
ആമേൻ എനിക്ക് വേണ്ടി അവർ കയറാത്ത അമ്പലങ്ങളില്ല, പോകാത്ത നേർച്ചകള്, കൊടുക്കാത്ത നേർച്ചകളില്ല. ശബരിമല, അതുപോലെ തന്നെ മണർശാല, ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം ഇത്യാദി അനേക അമ്പലങ്ങളിൽ കടന്നു പോകാനും അവിടെ വെച്ച് അനേക നേർച്ചകൾ, കാഴ്ചകൾ വെക്കുവാനും ഇടയായി തീർന്നു. ഏതായാലും ദൈവത്തിന്റെ കരുണ കൊണ്ട്, ദൈവത്തിന്റെ പ്ലാൻ കൊണ്ട് ആമേനെ ഞാൻ ജനിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ലഭിച്ചത് കൊണ്ട് എന്റെ പേര് നാഗേഷ് എന്ന് ഇടാനായിട്ട് അമ്മ ആഗ്രഹിച്ചപ്പോൾ, എന്റെ പിതാവ് ഒരു സിനിമാ ഭക്തനായിരുന്നു, സിനിമയെ ഒത്തിരി സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം രാജേഷ് ഖന്ന എന്ന് പറഞ്ഞ ഒരു സൂപ്പർ സ്റ്റാറിന്റെ പേരാണ് ഇട്ടത്. അപ്പൊ എന്റെ പേര് രാജേഷ് പിള്ള എന്നാണ്. അദ്ദേഹത്തിന്റെ ഇഷ്ട നടനാണ് രാജേഷ് ഖന്ന. ഓക്കെ, അപ്പോൾ ഏതായാലും ദൈവത്തിന് സ്തോത്രം. എന്റെ 4ാമത്തെ വയസ്സിൽ എന്റെ അച്ഛൻ മദ്യപാനം കൊണ്ടുള്ള ആ വലിയ പ്രശ്നങ്ങളിലൂടെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. കാരണം ഓരോരുത്തർക്കും ജോലി മേടിച്ചു കൊടുക്കുമ്പോൾ അവര്, നമ്മുടെ നാട്ടിലുള്ള പണ്ടത്തെ ആൾക്കാർക്ക് അറിയാം, ഈ പൊടിക്കുപ്പി അത് ഓരോരോ കൊക്കക്കോള ക്യാൻ പോലെ കൊണ്ടുവന്ന് അച്ഛന് സംഭാവനയായിട്ട് കൊടുക്കും. അങ്ങനെ ദാസവമുള്ള തമ്പുരാൻ ഒത്തിരി മദ്യങ്ങൾ സേവിക്കാൻ തുടങ്ങി. ഇതിപ്പോ അദ്ദേഹത്തിന് 6.5 അടി ഉയരമുണ്ടായിരുന്ന വലിയൊരു ആചാരബാഹുവായ ഒരു വ്യക്തിയായിരുന്നു. സുന്ദരനായിരുന്നു, വെളുത്തായിരുന്നു. ഞാൻ ഇച്ചിരി കറുത്തതാണ്. അതെ, ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് ഓൺ ചെയ്തു തരാം, അപ്പൊ നിങ്ങൾക്ക് എന്നെ കാണുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ആമേന്, ഇതാണ് ഞാൻ. ഹല്ലേലൂയ. അപ്പോൾ ആമേന്, ഞാൻ എന്തോ ഭാഗ്യം എന്ന് പറയാ, എന്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾക്ക് ക്രിസ്തുവിനെ കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചത്. അല്ലെങ്കിൽ ഈ ഭാഗത്തോട്ട് വരുവാനോ നോക്കുവാനോ അനുവദിക്കത്തില്ലായിരുന്നു. എന്റെ പിതാവ് ഹരിപ്പാട് അമ്പലത്തിലെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ വലിയ കാര്യങ്ങൾ ചെയ്ത് വലിയ ഒരു തറവാടിലുള്ള ഒരു പിതാവിന്റെ മകനായിരുന്നു. എന്നാൽ അപ്പൻ മരിച്ചതോടെ സമ്പത്തുകളെല്ലാം നഷ്ടപ്പെട്ടു. അപ്പൻ പോയതോടുകൂടെ എല്ലാ കാര്യങ്ങളും തലതിരിഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒത്തിരി സമ്പത്തുകൾ വേണ്ടപ്പെട്ടവർ ഒത്തിരി പേര് ചതിക്കുവാനിടയായി തീർന്നു. ഏറ്റവും അവസാനം ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഏക്കർ വസ്തു ഞങ്ങളുടെ ഭവനത്തിന് തീ കൊടുക്കുവാനിടയായി തീർന്നു. ആ തീ കൊടുക്കുന്നതിന് മുമ്പ് അവിടെയുള്ള ഒരു അമ്മച്ചി കടന്നു വന്ന് പറഞ്ഞു, കർജാണി അമ്മ ഇവിടുന്ന് പൊക്കോണം, അവര് നിങ്ങളുടെ കൃഷി സ്ഥലത്തിനും വീടിനും തീ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അമ്മയോട് ചെറുപ്രായത്തിൽ പറഞ്ഞു, അമ്മേ നമുക്ക് ഇവിടുന്ന് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങള് 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ താമസിച്ച വീടിന് തീ ആളുന്നതായിട്ട് ഞങ്ങൾ കാണുവാൻ സാധിച്ചു. ഞങ്ങളുടെ കൃഷി സ്ഥലങ്ങളെല്ലാം പശുവിനെ വിട്ട് ആ കൃഷി കൊയ്യാനായിട്ട് ചെല്ലുമ്പോൾ അതെല്ലാം പശുവിനെ കൊണ്ട് തീറ്റിപ്പിച്ചെല്ലാം നശിപ്പിക്കുമായിരുന്നു. ഏതായാലും അവിടെ അത് ആ സ്ഥലം വിൽക്കാനായിട്ട് ഒത്തിരി പാടുപെട്ടു. എന്റെ ചെറുപ്പകാലമാണ്. അപ്പോൾ ഞാന് ചെറുപ്പത്തിൽ വളർമ്പോൾ എനിക്ക് 1 മുതൽ 4 വരെ ഹരിപ്പാട് പൈങ്ങാലി സ്കൂൾ എന്ന് പറഞ്ഞ UP ചെറിയൊരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ നിന്ന് 5 മുതൽ 7ാം ക്ലാസ് വരെ മറ്റൊരു സ്കൂളിൽ പഠിച്ചു. അപ്പോൾ ആദ്യം പഠിച്ച സ്കൂളിലെ HM ഹെഡ്മിസ്ട്രസ് എന്റെ അയൽക്കാരിയാണ്. ദൈവത്തിന്റെ സ്വന്തം, ഞങ്ങളുടെ വീടിന്റെ അടുത്ത വീടാണ് അവരുടെ. അപ്പോൾ എന്റെ കുസൃതി കാരണം എന്റെ HM എനിക്ക് പേരിട്ടു ചട്ടമ്പി രാജേഷ്. അങ്ങനെ എന്റെ പേര് മുഴുവനും ചട്ടമ്പി രാജേഷ് ആയിട്ട് ഹരിപ്പാട് മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങി. ഈ കഴിഞ്ഞ 30 വർഷത്തിന് ഈ ബൈബിൾ എടുത്തതിന് ശേഷമാണ് എന്റെ പേരിന് മാറ്റം സംഭവിച്ചത്. ദൈവത്തിന് സ്തോത്രം. അത് ഈ ബൈബിളാണ് എന്റെ പേര് തിരുത്തി കുറിച്ചത്. ഹല്ലേലൂയ. അനേകരുടെ ജീവിതത്തിലും ഈ വേദപുസ്തകം എടുത്തതാണ് അവരുടെ ജീവിതത്തിൽ പേര് മാറുവാനിടയായത്, അല്ലെങ്കിൽ പേരിന് ഒരു സുഗന്ധം ഉണ്ടാകുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. അത് എന്നെ ഒരു സ്കൂളിലും പഠിപ്പിക്കത്തില്ല. ചട്ടമ്പിയാണല്ലോ. ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത് പ്രൈസലോട് ക്ലാസ് ഹെഡ്മിസ്ട്രസിന്റെ ഓഫീസ് റൂമിൽ ഇരുന്നാണ്. ദൈവത്തിന് സ്തോത്രം. എന്നും പ്രശ്നമാണ്, തലവേദനയാണ്. അമ്മയ്ക്ക് വീട്ടിലിരിക്കുവാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ കണ്ടത്തിൽ പോയി ജോലി ചെയ്യാനോ ഒന്നും സമയമില്ല. എപ്പോഴും ടീച്ചർമാർ പറയും, നിന്റെ അമ്മയും വിളിച്ചുകൊണ്ട് വന്ന് കയറിയാ മതി, ക്ലാസ്സിൽ കയറിയാ മതി. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഓർക്കണം, അത് ദൈവത്തിന് സ്തോത്രം. നമ്മള് അമ്മമാർക്ക് എന്തുമാത്രം വിഷമമാ കൊടുത്തേ. എന്റെ മകൻ, എനിക്ക് 3 മക്കളെ ദൈവം തന്നിട്ടുണ്ട്. മൂത്ത മകന്റെ പേര് ഗ്രഹാം സ്റ്റെയിൻസ്, രണ്ടാമത്തെ മോന്റെ പേര് സ്റ്റീവ് രാജേഷ്, മൂന്നാമത്തത് സ്റ്റെഫി. ഇവര് ഇവിടുത്തെ ബെരാംപൂർ, ഒഡീഷയിലുള്ള ബെരാംപൂർ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ എന്നെ ഒരിക്കൽ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് ഇവിടെ വരണം, നിങ്ങളുടെ മകൻ സ്കൂളിൽ ഭയങ്കര വഴക്കാളിയാകുന്നെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു.
എന്നോട് ഓഫീസ് റൂമിൽ ഇരിക്കാൻ പറഞ്ഞു. മലയാളി നേഴ്സുമാരാണ്, സിസ്റ്റർമാരാണ്. ഞാൻ അവർക്ക് അഭിമുഖമായിട്ടിരുന്നു. അപ്പൊ പറഞ്ഞു ക്ലാസ്സിലെ ഡസ്റ്റ്ബിൻ അടിച്ചു തകർത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പാത്രമുണ്ട്, അത് തകർത്തതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചിരിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, വൈ ആർ യു ലാഫിങ്, എന്തുകൊണ്ടാണ് ചിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ സ്കൂൾ തകർത്ത ആളാണ്, ബെഞ്ച്, ഡെസ്ക്, അതുപോലെ തന്നെ ഓഫീസ് റൂമ്. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി കൈയെടുത്ത് എന്നെ ഇങ്ങനെ തൊഴുതിട്ട് പറഞ്ഞു, അത്രയും പ്രശ്നമില്ല, പൊക്കോ, അത് വരുമ്പോ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് എന്താ പറയുന്നത്, ഇതാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഇതായിരുന്നു ഞാൻ. എന്നാൽ പ്രിയരെ, ദൈവത്തിന് സ്തോത്രം. എന്റെ ജീവിതത്തെ ദൈവം മാറ്റിമറിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നെ ഒരു സ്കൂളിലും ഒരു കാര്യത്തിനും എടുക്കില്ല. ഞാനിങ്ങനെ ക്ലാസ് റൂമിലാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു TPM-ലെ പെന്തക്കോസ്തുകാരൻ അച്ചായനുണ്ടായിരുന്നു. ഫാസി സ്റ്റുഡിയോ, ഹരിപ്പാട് ഫാസി സ്റ്റുഡിയോ എന്റെ അച്ഛന്റെ കസിൻസ് ആണ് നടത്തുന്നത്. എന്റെ മൂത്ത ജ്യേഷ്ഠ അച്ഛന്റെ കസിന് പെങ്ങളുടെ മക്കളുണ്ട്. അവര് തിരുവനന്തപുരത്ത് ദൈവത്തിന് സ്തോത്രം സംഗീത് ശിവൻ, സന്തോഷ് ശിവൻ, സംഗീത് ശങ്കർ എന്ന് പറയും, ശിവൻ ചേട്ടൻ. അവര് വലിയ സിനിമാക്കാരാണ്. അവര് സിനിമ പിടിക്കുകയും ഡയറക്റ്റ് ചെയ്യുകയും അങ്ങനെ ഭയങ്കര ഹോളിവുഡിലും ഒക്കെ വലിയ പ്രശസ്തി ഉള്ളവരാ. ദൈവത്തിന് സ്തോത്രം. അപ്പം എന്റെ അപ്പച്ചി പറഞ്ഞു, ഇവനെ വളർത്തി നീ എന്റെ അമ്മയോട് പറഞ്ഞു അവരുടെ കൈ കൊടുത്താൽ മതി, അവനെ സിനിമാക്കാരനാക്കും. ഒന്നിൽ അഭിനയ നേതാവ്, അല്ലെങ്കിൽ ക്യാമറയുടെ ട്രിക്കുകൾ അവനെ പഠിപ്പിച്ച് സിനിമാ വ്യവസായത്തിലേക്ക് അവനെ കൊണ്ടുപോകാം എന്ന് അമ്മച്ചി വാക്ക് കൊടുത്തിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്റെ അമ്മാവി, ഏതായാലും അമ്മാവിയെല്ലാം കലഹരണപ്പെട്ടു. അവരെല്ലാം യവനികൾക്കുള്ളിലേക്ക് മാറി. ദൈവത്തിന് സ്തോത്രം. എന്നെ ഒരു സ്കൂളിലും എടുക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്നോട് എന്റെ അമ്മയെ വിളിച്ചിട്ട് അന്നത്തെ ഹെഡ് മാസ്റ്റർ രാമകൃഷ്ണപിള്ള സാർ പറയും, അടുത്തമ്മ ഇവനെ വേറെ എവിടെയെങ്കിലും കൊണ്ട് ഇപ്പൊ പഠിപ്പിക്കും, ഇവനെ ഞങ്ങൾക്ക് ഇവിടെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അങ്ങനെ അടുത്തുള്ള TPM അച്ഛാന്റെ അടുക്ക് ചെന്ന് വിഷമം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്റെ 3 മക്കൾ തിരുവനന്തപുരത്ത് ഒരു ബാലഭവനിൽ പഠിക്കുന്നുണ്ട്, നമുക്ക് അവിടേക്ക് വിടാം. കാരണം രാജേഷ് സെമി ഓർഫനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ശുപാർശ പ്രകാരം എനിക്കും കൂടെ തിരുവനന്തപുരത്ത് കണ്ണമൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവത്തിന്റെ സ്തോത്രം സായിപ്പുമാർ നടത്തുന്ന ക്രിസ്ത്യൻ മിഷണറിമാർ, ജർമ്മനിയിലുള്ള സായിപ്പുമാർ നടത്തുന്ന ആ ബാലഭവനിലേക്ക് പ്രവേശനം ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാനാണെങ്കിൽ ഇങ്ങനെ വാനമ്പാടിയ, എന്നെ കുറിച്ച് ചെറുപ്പത്തിൽ നാട്ടുകാർ പറയുന്നത്, പ്രൈസലോട് അവരുടെ മക്കളോട് പറയുന്നത്, രാജേഷിന് കൂടെ പോവല്ലേ, തല്ലിപ്പൊളിയായി പോകും. ഏത് നല്ല വ്യക്തിയും തല്ലിപ്പൊളിയായി പോകുമെന്നാ പറയുന്നത്. അതിന് കാരണമുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ സിഗരറ്റ് തുടങ്ങി, മദ്യപിക്കാൻ തുടങ്ങി. അവിടെയുള്ള വലിയ ആൾക്കാരെ എല്ലാം സിഗരറ്റ് വലിപ്പിക്കാൻ പഠിക്കുന്നത് ഞാനാ, എങ്ങനെ വലിക്കണമെന്ന്. മദ്യപിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനാ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ദുസ്വഭാവങ്ങളിലേക്ക് പതുക്കെ മാറി. ആരുമില്ലല്ലോ കൺട്രോൾ ചെയ്യാൻ. പ്രൈസലോട് അമ്മയുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ അങ്ങനെ തിരുവനന്തപുരത്ത് എന്ന് പഠിക്കാൻ തുടങ്ങി. പഠിച്ച് ആദ്യത്തെ വർഷം നല്ല കുട്ടിയായിരുന്നു. 2ാമത്തെ വർഷം വീണ്ടും ചട്ടമ്പി രാജേഷിന്റെ ചട്ടമ്പികൾ പതുക്കെ ഓരോന്നോരോന്നായിട്ട് വെളിയിലോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ പ്രൈസലോട് 3ാമത്തെ വർഷമായപ്പോൾ എനിക്കും അവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല. വല്ലാത്തൊരു എന്താ പറയുന്നത്, ഒരു ജയിൽ പ്രതീതി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു വലിയ ക്യാമ്പസിനകത്ത് താമസിക്കണം, വേറെ എങ്ങും പോകാൻ പാടില്ല. ഹരിപ്പാട് എന്ന് പറഞ്ഞത് കറുത്തിപ്പള്ളി താലൂക്ക് മുഴുവൻ എന്നെ നോക്കിയാൽ എവിടെയും കാണാം. അങ്ങനെയാണ് അവിടുത്തെ നാട്ടുകാർക്ക്. അപ്പൊ എന്നെ പിടിച്ചൊരു കൂട്ടിലടച്ചിട്ടാൽ കാര്യം നടക്കുമോ? അപ്പോൾ ഏറ്റവും അവസാനം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ. അമ്മയെ വിളിപ്പിച്ചിട്ട് എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയെ വിളിച്ചു, കാറിലിട്ടു, എന്നെ വന്ന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഓടിക്കളയെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ അമ്മ പേടിച്ച് ഓടി വന്ന് എന്നെ 3ാമത്തെ വർഷം വളരെ വിഷമത്തോടുകൂടെ, ഇവിടെയും ഇവൻ രക്ഷപ്പെട്ടിട്ടില്ലല്ലോ, നാട്ടിൽ ചെന്നപ്പോഴും എല്ലാവരും പറഞ്ഞു ആണ്ട് കിടക്കുന്നടാ ശങ്കരൻ വീണ്ടും തെങ്ങേ തന്നെ, ഇവനെവിടെ പോയാലും ശരിയാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാന് 2ാമത്തെ വർഷം, എനിക്ക് തോന്നുന്നു 1984 ഞാൻ CMS കണ്ണമൂല പേട്ട സ്കൂളിൽ, BHS പേട്ട സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ പഠിക്കാൻ ചെല്ലുന്നത്. എന്നാൽ 85 എന്റെ അമ്മയോട് പറഞ്ഞു, അടുത്തുള്ള മർത്തോമ പള്ളിയിൽ അമ്മ പോണം, അവിടെ ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ അവിടെ നിന്ന് പാട്ടുകൾ കിട്ടി കേട്ടോ. ദൈവത്തിന് സ്തോത്രം. നല്ല സാറന്മാര്, ചിൽഡ്രൻസ് മിനിസ്ട്രിയുടെ സാറന്മാര് വന്ന് കുട്ടികളായിരുന്ന ഞങ്ങളെ നല്ല വചനങ്ങൾ പഠിപ്പിക്കാൻ, നല്ല കഥകൾ പഠിപ്പിക്കാൻ, നല്ല പാട്ടുകൾ പഠിപ്പിക്കാനും ഇടയായി തീർന്നു. അവര് കടന്നു വരുന്ന ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. നല്ല കഥകളൊക്കെ കേൾക്കാൻ, കുഞ്ഞുങ്ങളല്ലയോ. ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ അവർ സ്വർഗ ജൈസ സുന്ദർ ജഗ മേരാ ഈസു രഹത്താവഹ
പാപുനഹി വക താപുനഹി വക ഭൂക്കനഹി വക വ്യാസനഹി. ഹല്ലേലൂയ. സ്വർഗരാജ്യം സുന്ദരമാണ്. യേശു രാജൻ വാഴും സ്ഥലമാണ്. പാപമില്ല, ശാപമില്ല, പൈദാഹമില്ല, നിത്യമരണമില്ല. പ്രിയരെ, 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പ്രൈസ് ദി ലോർഡ് പഠിച്ച പാട്ടുകളാണ്. ഇന്ന് ഉറക്കത്തിൽ വിളിച്ചാലും വരി തെറ്റാതെ പ്രൈസ് ദി ലോർഡ് പാടാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ അനേക പാട്ടുകൾ പാടുവാനിടയായി തീർന്നു. അടുത്തുള്ള ഒരു റേഡിയോ സ്റ്റേഷനിൽ പോയി ക്രിസ്മസിന് ഞങ്ങളെ കൊണ്ട് ഇത് പാടിപ്പിച്ചു. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ചട്ടമ്പി എന്നുള്ള ഒരു സ്വഭാവം ഉള്ളിക്കിടക്കുന്നതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. ഞാൻ ഇൻകംപ്ലീറ്റ് ചെയ്ത് നാട്ടിൽ ചെന്നപ്പോൾ അമ്മ പെന്തക്കോസ്ത് ആരാധനയിലേക്ക് പ്രൈസ് ദി ലോർഡ് ചുവടുകൾ വെച്ചു. ഞാൻ വീട്ടിലിരുന്ന് ഭയങ്കര ബൈബിൾ വായന. ബിയ്യപുരം നമ്മുടെ ഹരിപ്പാട്ടെങ്ങുവാ, അന്ന് ഒരൊറ്റ പെന്തക്കോസ്തുകാരില്ല. ദൈവത്തിന് സ്തോത്രം. പള്ളിയുണ്ട്, അരാഴി പള്ളിയുണ്ട്, യാക്കോബ പള്ളി, അതിനടുത്ത് മർത്തോമ പള്ളി അവൻകുടിയിലുണ്ട്. അവിടെ ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവുകയും അവിടെയൊക്കെ ഫ്രണ്ട്സുകളുണ്ട്. എന്നാൽ അമ്മ നേരെ പോയത് ആനാരിക്കടുത്താണ്, പായിപ്പാട്. അവിടെ ചെന്ന് പാട്ടും പ്രാർത്ഥനയും ആരംഭിച്ചു. അവിടെ ചെന്ന് ഈ ജിമിക്കും കമ്മലും എല്ലാം മാറ്റി. അവിടെ ചെന്ന് ഈ മുറുക്ക് ഞങ്ങൾക്കൊരു മുറുക്കിന്റെ വെറ്റില കൂട്ടി മുറുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതെല്ലാം മാറി സെറ്റ് സാരിയും നേരിയത് കൊടുത്ത എന്റെ അമ്മ സാരിയൊക്കെ കൊടുത്ത് നല്ല മിടുക്കിയായിട്ട് നിൽക്കുന്നു. ഹല്ലേലൂയ. വീട്ടില് ദൈവദാസന്മാര് ദൈവമക്കളും ആനാരിയിൽ നിന്ന് കടന്നു വന്ന് നമ്മുടെ വീടിന്റെ ഭവനത്തിൽ വലിയ ആരാധന ആരംഭിച്ചു. ഇത് നാട്ടുകാർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. ഒരു മൂലയ്ക്ക് 4 കൂടിയ ഒരു വീട്, ഒരു ജംഗ്ഷനിലാണ് ഞങ്ങളുടെ വീട്. ആൾക്കാരെല്ലാം കൂടെ വന്നുകൂടി. ഇതെന്തൊരു പാട്ടാ, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോ ചന്ദ്യാരി എന്ന് പറഞ്ഞ് മൈക്കൊക്കെ കൊണ്ടുവന്ന് പൂവറസിലും കോളാമ്പിയിലും കാഞ്ചി മരത്തിലും അതുപോലെ തന്നെ വെച്ച് കെട്ടി നമ്മുടെ ഈ വയലേലകളല്ലയോ, പാട്ടങ്ങ് പോവും. അങ്ങ് പള്ളിപ്പാട്, വഴുതാനം, ഹരിപ്പാട്ടോട്ടൊക്കെ അങ്ങ് കയറുകയാണ് ഈ പാട്ട്. ആൾക്കാർ ചോദിച്ചിട്ട് ഇതാരാ, ഈ പെന്തക്കോസ്തുകാര് പള്ളിപ്പാട്ടേ ഉള്ളൂ, ഈ പെന്തക്കോസ്തുകാര് പായിപ്പാട്ടേ ഉള്ളൂ, ഇവരെങ്ങനെ ഇവിടെ എത്തിയേ? അപ്പോഴാണ് മനസ്സിലായത് രാജേഷിന്റെ അമ്മ പ്രൈസ് ദി ലോർഡ് വിശ്വാസത്തിലേക്ക് ചുവട് വെച്ച കാര്യം അവർക്ക് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രാജേഷിന്റെ അമ്മ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറി. ദൈവത്തിന് സ്തോത്രം. ആ കാര്യം അവർക്ക് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാനും പറഞ്ഞു, എന്തിനാ ഇതിനകത്ത് പോന്നെ, ഭഗവത്ഗീത വായിച്ചാൽ പോരെ, മഹാഭാരതം വായിച്ച പോരെ. അമ്മ പറഞ്ഞു, അല്ല മോനെ, ഇതിനകത്ത് നല്ലൊരു ദൈവത്തെ കണ്ടു. സുവിശേഷകന്മാര് വീടുകൾ തോറും ട്രാക്റ്റുകൾ കൊടുത്തു വരുവേ നമ്മുടെ ഭവനത്തിൽ വന്നപ്പോൾ അവർ കർത്താവിനെ കുറിച്ച് സുവിശേഷം പറഞ്ഞു. അപ്പൊ എന്റെ അമ്മ ചോദിച്ചു, എനിക്ക് ഒന്നേ അറിയുണ്ടു, എനിക്കൊരു ചട്ടമ്പിയായ ഒരു മകനുണ്ട്. ഈ മകൻ യേശുവിനെ അറിയുവാനിടയായി തീരുമോ? നിങ്ങൾ പറ, യെസ് ഓർ നോ. അവർ പറഞ്ഞ, അമ്മ തീർച്ചയായിട്ടും വിശ്വസിച്ച് ഈ ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വന്നാൽ അമ്മയുടെ മകൻ ഒരു ക്രിസ്തു ഭക്തനായി തീരും എന്ന് അവർ പറഞ്ഞു. അങ്ങനെയാണ് എന്റെ അമ്മ 1985 ഈ വിശുദ്ധ വേദപുസ്തകം എടുത്തത്. ഇതെടുത്തുകൊണ്ട് കുരിശുംമൂട് നിന്ന് വണ്ടി കയറാൻ നിൽക്കുമ്പോൾ അവിടെയുള്ള അന്നത്തെ കാരണവന്മാർ പറയും, കാർത്തിയായനി, നീ അനേക അമ്പലങ്ങളിൽ പോയി നിന്റെ മോനെ വേണ്ടി നീ ഇപ്പൊ പള്ളി പോയിക്കൊണ്ടിരിക്കുകയാണ്, നിന്റെ മകൻ ശരിയാകത്തില്ല, അവൻ അങ്ങനെ തന്നെ പോകത്തുള്ളൂ, കാരണം അത്രയ്ക്ക് ചട്ടമ്പിയാണ് നിന്റെ മകനെന്ന് അനേകരും പറഞ്ഞു. എന്നാൽ ഈ പറഞ്ഞവരുടെ മുമ്പിൽ ദൈവസന്നിധിയിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ തിരിച്ചു വന്നു, ഒരു മിമിക്രി ട്രൂപ്പിന് രൂപം കൊടുത്തു. അങ്ങനെ ഹരിപ്പാട് മുതൽ എല്ലാ അമ്പലങ്ങളിലും അച്ഛന്റെ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് എനിക്ക് മിമിക്രി കാണിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചു. കോളേജിൽ ഞാൻ പാടുകയും അതുപോലെ തന്നെ മിമിക്രി അവതരിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ആ സമയം തന്നെ ഒരു വലിയ വില്ലനുമായിരുന്നു. ഭയങ്കര ആൾക്കാർക്കൊക്കെ പേടിയായിരുന്നു എന്നെ. ഇതുപോലുള്ള ശരീരമല്ല, അന്ന് ജിമ്മായിരുന്നു. കോളേജിൽ ചെല്ലുമ്പോൾ എന്റെ ശക്തി കണ്ടിട്ട് ആൾക്കാർക്ക് പേടിയാണ്, നാട്ടിൽ എന്നെ പേടിയാണ്. അതുപോലെ തന്നെ ആർക്കും എന്റെ അടുക്കൽ കടന്നു വന്ന് വഴക്കിടുവാനുള്ള ധൈര്യമില്ല. അങ്ങനെ ഒരു വല്ലാത്ത പ്രകൃതത്തിന് അടിമയായി തീർന്നു. ആര് രക്ഷിക്കും? എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു, എനിക്കൊന്ന് രക്ഷപ്പെടണമല്ലോ ദൈവമേ. അത് എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്ക് അറിയില്ല. സിഗരറ്റും മദ്യത്തിനും അടിമയായി തീർന്നു. സിനിമ കാണല്, അതുപോലെ തന്നെ മിമിക്രി പരേഡിലൂടെ കയറി.
സിനിമാ ജീവിതത്തിലേക്ക് കടന്നു പോകണം എന്നുള്ള ആഗ്രഹം വെച്ചുകൊണ്ട് നടന്ന ഈ ചെറുപ്പക്കാരനെ അമ്മയുടെ പ്രാർത്ഥന മുഖാന്തരം സ്വർഗത്തിലെ ദൈവം വിടുവിക്കുവാനിടയായി തീർന്ന സാക്ഷ്യമാണ് ഇത് പകൽക്കാലം ഈ അപ്പർ റൂം പ്രയർ ലൈനിലൂടെ എനിക്ക് പ്രസ്താവിക്കുവാനുള്ളത് പ്രിയരെ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, രാത്രികാലങ്ങളിൽ മുട്ടുകുത്തി കരയുന്ന എന്റെ അമ്മ, ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ ദൈവസന്നിധിയിൽ കരയുന്ന കണ്ണുനീരൊഴുക്കുന്ന എന്റെ അമ്മയുടെ മുഖം ആമേൻ എന്റെ ഹൃദയത്തിൽ പതിക്കുവാൻ തുടങ്ങി. ഞാൻ കോളേജില് അനേക കേസുകൾ, എന്റെ TKM കോളേജിലാണ് ഞാൻ പഠിച്ചത്, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്നാൽ എന്റെ അളിയൻ NS പിള്ള പ്രൈസ് ദി ലോർഡ്, അദ്ദേഹം പൊളിറ്റിക്സിൽ അന്ന് ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തിയായതുകൊണ്ട് പോലീസ് കേസിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ തുടങ്ങി. എവിടെ ചെന്നാലും പ്രശ്നമായി. വല്ലാത്തൊരു പ്രശ്നം. വീട്ടുകാർക്കും പ്രശ്നം. ഹല്ലേലൂയ, എന്നെ കൊണ്ട് എല്ലാവർക്കും പ്രശ്നമായി മാറി. എന്നാൽ ഞാൻ പറയട്ടെ, ഒരു പ്രാവശ്യം TKM കോളേജില് പ്രീ ഡിഗ്രിക്ക് 2ാം വർഷം പഠിക്കുമ്പോൾ അവസാന സമയമായപ്പോൾ ഡോക്ടർ മുരളീധരൻ എന്ന് പറഞ്ഞ കർത്താവിനദാസൻ ICPF-ന്റെ മീറ്റിംഗുമായിട്ട് അവിടെ കടന്നു വരുവാനും ആ ഒരു വീട്ടിൽ നടത്തിയ മീറ്റിംഗിൽ ഞാൻ കടന്നു പോകുവാനും എന്റെ ഉള്ളിൽ അന്ന് ഞാൻ ലഭിച്ചിരുന്ന ആ വചനവും ആ പാട്ടുകളും പ്രൈസ് പെട്ടെന്ന് എന്നെ ഒരു രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ അവിടുന്ന് കരയാൻ തുടങ്ങി. അദ്ദേഹം പ്രസംഗിച്ചതാണ്, യൗവനക്കാരാ, നിന്റെ യൗവനപ്രായത്തിൽ നിന്റെ സൃഷ്ടാവിനെ നീ ഓർത്തുകൊള്ളുക. ഇതാ പ്രൈസ് വലിയ അപകടങ്ങളായ സമയങ്ങൾ കടന്നു വരുന്നതിന് മുൻപേ രക്ഷിതാവിനെ നീ അറിയുക എന്ന് പറഞ്ഞ ആ വാക്കിൽ എന്നെ തന്നെ ഞാൻ സമർപ്പിച്ചു പ്രിയരെ. വലിയ സന്തോഷം ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഇനിയും ഹല്ലേലൂയ. നേരെ IPC-യുടെ ഒരു പ്രവർത്തനം, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഹെബ്രോൻ ഹരിപ്പാട്ട് 1990-ൽ പാസ്റ്റർ D. ബാബു എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ കൊല്ലത്തുനിന്ന് വന്നിരുന്നു. ആനാരി പോയി ആരാധിക്കുമ്പോൾ നമ്മുടെ വീടിനടുത്ത് തന്നെ ദൈവം ആരാധനാലയം കൊണ്ടുവന്നു. ഹല്ലേലൂയ. വാടക കെട്ടിടത്തിൽ ആരംഭിച്ചു. കർത്താവിന്റെ ദാസൻ പല പ്രാവശ്യം കടന്നു വന്ന് എന്നെ കൺഫസ് ചെയ്യാൻ ശ്രമിച്ചു. അദ്ദേഹം വരുമ്പോൾ ഞാൻ വീടിന്റെ പുറകിൽ കൂടെ ഇറങ്ങി ഓടിക്കളയും. എന്റെ കൂട്ടുകാരുടെ കൂടെ ഇരുന്നാൽ ഞാൻ പെട്ടെന്ന് തന്നെ വയലേലകളിലൂടെ ഊടിയിട്ട് ഓടും, ഇദ്ദേഹത്തിന് പിടികൊടുക്കാതെ. എന്നാൽ ഈ ദൈവ മനുഷ്യൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവമേ, രാജേഷിനെ നീ വിടുവിക്കണമേ, രാജേഷിനെ മനപരിവർത്തനത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയാക്കണം, മാനസാന്തരത്തിന്റെ അനുഭവം കൊടുക്കണമേ. ഒരു ദൈവദാസൻ, ഒരു സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ ദൈവദാസന്റെ അടുക്കൽ കടന്നു വന്ന് എന്നെ തന്നെ സമർപ്പിച്ചു. ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇനി മേലാൽ കുറ്റകൃത്യങ്ങൾക്ക് പോകില്ല, അടിപിടികൾക്ക് പോകില്ല, അക്രമത്തിന് പോകില്ല, സിഗരറ്റ് മദ്യപാനത്തിലേക്ക് ഇനി പോകില്ല, സിനിമ കാണാൻ പോകില്ല, മിമിക്രി ട്രൂപ്പിന്റെ പ്രോഗ്രാം ഉണ്ട്, അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ വിട്ടിട്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു കുഞ്ഞാടിനെ പോലെ ഞാൻ അവിടെ ഇരിക്കുവാനിടയായി തീർന്നു. അദ്ദേഹം എന്നെ അനേക വചനങ്ങൾ പഠിപ്പിക്കുവാൻ തുടങ്ങി. അതുമാത്രമല്ല, എന്നെ കൊണ്ട് ഹരിപ്പാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ജംഗ്ഷനിൽ കടന്നുപോയി സാക്ഷ്യം പറയിപ്പിക്കുവാൻ തുടങ്ങി. അതെന്താണെന്നറിയാമോ? 2 കാര്യമുണ്ട്. സാക്ഷ്യം പറയിപ്പിക്കാം. ഞാൻ നിൽക്കുന്നത് കൊണ്ട് ആരും ഈ ദൈവദാസനെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം പ്രൈസ് ദി ലോർഡ്, ആൾക്കാർ മൂക്കത്ത് വിരല് വെക്കാനോ അത് രാജേഷല്ലയോ, അയ്യോ ഇവനെങ്ങനായി രക്ഷിക്കപ്പെട്ടെ എന്നും പറഞ്ഞ് ആശ്ചര്യപ്പെടുവല്ലയോ. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുമ്പോൾ അവിടുത്തെ ആൾക്കാർ വന്ന് പള്ളിയിൽ അച്ഛന്മാരുടെ കയ്യിൽ ഇങ്ങനെ മുത്തുന്നത് പോലെ എന്റെ കയ്യിൽ വന്ന് മുത്തു. എന്നിട്ട് പറയും, ഇവൻ പറയുന്നത് ശരിയാണ്, ഇവൻ പറയുന്നത് സത്യമാണ്, ഇവനെ ഞങ്ങൾക്കറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അന്ന് എന്റെ ജീവിതം പ്രൈസ് 1992-ൽ കർത്താവിനെ അറിഞ്ഞു. ആ ദിവസം മുതൽ കോളേജിൽ കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്, കടന്നു ചെന്ന് എല്ലാ ക്ലാസ്സിൽ ചെന്ന് പ്രൈസ് ദി ലോർഡ് വഴക്കുണ്ടാക്കിയവരോട് ക്ഷമ പറഞ്ഞു. അവസാനം പ്രിൻസിപ്പാളിന്റെ റൂമിൽ ചെന്നു അദ്ദേഹത്തോട് ഞാൻ ക്ഷമ പറഞ്ഞു. എന്നെ കെട്ടിപ്പിടിച്ച് അദ്ദേഹം കരഞ്ഞിട്ട് പറഞ്ഞു, നീ വലിയവനാകും, നിനക്ക് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചതിൽ എനിക്ക് അത്ഭുതമുണ്ട്, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് ക്ഷമിക്കുവാനിടയായി തീർന്നു. പ്രിയരെ, ഞാന് അതോടുകൂടെ പ്രൈസ് വീട്ടിൽ ചില ദിവസങ്ങളായിരുന്നു. മാങ്ങാനം ജോസഫ് ഉപദേശി 1992-ല് ചെന്നിത്തല IPC-യിലെ ഒരു രാത്രി യോഗങ്ങളിൽ കടന്നു വന്ന് അഭിഷേകം പ്രാപിക്കുവാനുള്ള പ്രാർത്ഥനയിൽ കാത്തിരിപ്പിന് വേണ്ടി ആൾക്കാർ കാത്തിരിക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മേനോട് പറഞ്ഞു, മോനെ, ഒരു നല്ല ഉപദേശം വന്നിട്ടുണ്ട്, ഇത് രാത്രിയിൽ അവിടെ ഉണ്ട്, നീ ചെല്ലാൻ പറഞ്ഞു. ഞാനങ്ങനെ സൈക്കിൾ ചവിട്ടി
ആമേൻ പ്രൈസലോട് ഒരു 2-3-5 കിലോമീറ്റർ കാണും. അങ്ങനെ ആമേൻ പ്രൈസലോട് വാഴക്കൂട്ടം കടവിൽ IPC സഭയിൽ കടന്നു ചെന്നു. അവിടെ പ്രൈസലോട് ഞാൻ ഏറ്റവും പുറകിലിരിക്കുകയാണ്. ഈ കർത്താവിന്റെ ദാസന് ആമേൻ കൊടുത്ത അഭിഷേക മുഖാന്തരം തൊടുന്നവരെല്ലാം അന്യഭാഷയിൽ ആരാധിക്കുകയാണ്. അപ്പൊ ഞാനും ഇത് കണ്ടിട്ട് എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മള് ഇപ്പൊ ആദ്യമായിട്ട് വന്നതല്ലേ ഉള്ളൂ, ആമേൻ ദൈവം നമ്മളെ ആ അഭിഷേകമൊന്നും തരുത്തൊന്നുമില്ല, ആമേൻ എങ്കിലും നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ ആമേൻ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് ഈ അഭിഷേകം തരുവാണേ ഞാൻ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി പൊക്കോളാം എന്ന് പറഞ്ഞു കേട്ടോ. പ്രൈസലോട് ഞാൻ വെറുതെ പ്രാർത്ഥിച്ചതാ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാറ്റുപോലെ ദൈവദാസൻ ഏറ്റവും പുറകിൽ കടന്നു വന്ന് എന്റെ തലയിലോട്ട് കൈവെക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ സമർപ്പണം കാണുന്ന ഒരു ദൈവം ഇല്ലയോ? ഹല്ലേലൂയ. അതിന് വർഷങ്ങളൊന്നും പഴകണ്ടെന്നേ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് തന്റെ ദാസന്റെ കരം എന്റെ തലയിൽ വെക്കുകയും ഞാൻ അന്യഭാഷ അടയാളത്തോടു കൂടെ വലിയൊരു ശക്തി, ഒരു ട്രാൻസ്ഫോമർ കയറി പിടിച്ച അതേ ശക്തിയോടുകൂടെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി പ്രിയരെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ കണ്ണടച്ച് തുറക്കുമ്പോൾ ഞാൻ പുൾപിറ്റിന്റെ ഫ്രണ്ടിലുണ്ട്. ഹല്ലേലൂയ. ആരാധിച്ച് പ്രൈസലോട് നദിയിലൂടെ ഹല്ലേലൂയ മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ട് കടപ്പാൻ വയ്യാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്ന ഒരവസ്ഥയിലൂടെ ഈ അന്ന് പാപിയായിരുന്ന വ്യക്തിയെ സ്വർഗം നീതീകരിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ചെയ്യുന്നു. ആ എക്സ്പീരിയൻസിൽ എന്നെ നിറയ്ക്കുവാനിടയായി തീർന്നു. അനേക ദർശനങ്ങൾ കർത്താവ് തരാൻ തുടങ്ങി. സെക്കൻഡ് കമ്മിങ് കർത്താവിന്റെ പ്രത്യക്ഷതയെല്ലാം എന്നെ കാണിച്ചു. എങ്കിലും ഞാൻ കുറച്ച് മടിച്ചു നിന്നു. ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആയിട്ട് അങ്ങയുടെ വേലയ്ക്ക് ഞാൻ പോയിക്കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അമ്മയ്ക്ക് ഒരു വലിയ അസുഖം വന്ന് ക്ഷീണിതയായി ഒരാഴ്ചയോളം കട്ടിലിൽ കിടക്കുകയാണ്. അന്ന് വെള്ളപ്പൊക്ക സമയമാണ്. അപ്പർ കുട്ടനാടാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ. ദൈവത്തിന് സ്തോത്രം. വഴിയില് റോഡിൽ അരയറ്റം വെള്ളമുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. എങ്കിലും ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവേ, എന്റെ അമ്മയ്ക്ക് അങ്ങ് സൗഖ്യം കൊടുത്താൽ ഞാൻ ഇനിയും അങ്ങേ പരീക്ഷിക്കില്ല. അങ്ങയുടെ വചനത്തിന് വേണ്ടി പഠിക്കുവാൻ ഞാൻ പൊയ്ക്കൊള്ളാം. അങ്ങയുടെ ദാസനായി തീർന്നോളാം എന്ന് പറഞ്ഞു. അന്ന് രാത്രിയിൽ ഞങ്ങൾ കിടക്കുമ്പോൾ ഒരു വലിയ പ്രകാശം ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്നു. എന്റെ അമ്മയോട് പറയുന്നു, മകളെ നീ സൗഖ്യമായി, നീ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ കർത്താവിന്റെ ശബ്ദം ഞങ്ങൾ കേട്ടു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്. ഈ ദൈവം വെളിപ്പുറത്തെത്തുന്നവനാണ്. ഈ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഈ ദൈവം നമ്മളെ കൈവിടുന്ന ദൈവമല്ല. ഒരമ്മയുടെ പ്രാർത്ഥന, ഒരു മാതാവിന്റെ പ്രാർത്ഥന എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചെങ്കിൽ കണ്ണിനോട് പ്രാർത്ഥിക്കുന്ന പ്രിയ ഹല്ലേലൂയ അമ്മമാരെ, ആന്റിമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ മകൻ നിങ്ങളുടെ കണ്ണുനീരിൽ തീർച്ചയായിട്ടും മടങ്ങി വരാൻ പോകുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രയർ ലൈനെ നോക്കി ദൂത് പറയുകയാണ്. നീ വിഷമിക്കണ്ട, നീ കരയേണ്ട. നിന്റെ മകനെ നോക്കി നീ അനേക ദിവസങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ആ കരച്ചിലിന് ഒരു മറുപടി തരുവാൻ ഞാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഏറ്റെടുത്ത് ഹല്ലേലൂയ നിരാശപ്പെടാതെ ദുർബലപ്പെട്ടു പോകാതെ പ്രാർത്ഥനയിൽ മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് അതിനോട് സ്തോത്രം. പ്രിയരെ, ഞാൻ രക്ഷിക്കപ്പെട്ടു. എന്നെ ഇന്ന് നിത്യതയിൽ പ്രൈസലോട് വിശ്രമിക്കുന്ന കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ പ്രിയ പിതാമഹൻ പാസ്റ്റർ എം വി വർഗീസ് അവരുടെ കരങ്ങളിൽ സ്നാനപ്പെടാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. നോക്കിക്കോളെ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ വളരെ സന്തോഷത്തോടുകൂടെ ഞാൻ കുമ്പനാട്ട് അഡ്മിഷന് ആപ്ലിക്കേഷൻ കൊടുത്തു. ഇന്റർവ്യൂവിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ ആദ്യം എബ്രോൺ ബൈബിൾ കോളേജിൽ പഠിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. 3 വർഷം അവിടെ പഠിച്ചത്. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ദൈവത്തിന് സ്തോത്രം എന്താ പറയുക, അന്ന് ഇന്നത്തെ കാലത്തെ പോലെ അല്ല. ഭക്ഷണത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാലമാണ്. രാത്രിയിൽ അല്പം കഞ്ഞിയെ കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. അതിനകത്ത് ഞാൻ എപ്പോഴും പറയും, ബൈനോക്കുലർ വെച്ചിട്ട് ഇങ്ങനെ നോക്കണം, കഞ്ഞിയും മറ്റും എവിടെ കിടക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ഞാൻ വിചാരിച്ചു, കർത്താവേ, TKM കോളേജിൽ 57 ഇഡ്ഡലി തിന്ന പ്രൈസലോട് ഞാൻ ഈ തീറ്റി മത്സരത്തിന് ഉപ്പും മധുരം ഇല്ലാത്തത് തിന്ന ഞാൻ ഈ എബ്രോൺ ബൈബിൾ കോളേജിൽ എങ്ങനെ 3 വർഷം അങ്ങ് പറ ഞാൻ എങ്ങനെ പൂർത്തീകരിക്കും എന്ന് ഞാൻ ചോദിച്ചു കേട്ടോ. ഹല്ലേലൂയ. എന്ത് ചെയ്യും? ദൈവത്തിന് സ്തോത്രം. നമ്മളെ സഹായിക്കാൻ ആരുമില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ അടുക്കല് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജിയുമ്പോൾ പൗർവിഷനിലൂടെ പ്രസംഗിക്കുന്ന കർത്താവിന്റെ ദാസൻ ഞാനും ഒരുമിച്ചാണ് ഇന്റർവ്യൂ ചെന്നത്. ഒരുമിച്ചാണ് ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത്. അങ്ങനെ എന്റെ അടുക്കൽ വന്നു പറഞ്ഞു, ഹെബ്രോനില് 2 സ്റ്റാഫിന്റെ ഒഴിവുണ്ട്, ഒന്ന് നീയും ഒന്ന് ഞാനുമാണെന്ന് പറഞ്ഞു. അപ്പം നിനക്കത് ഏറ്റെടുക്കാൻ ഇഷ്ടമാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ്, നമുക്ക് ഏറ്റെടുത്താൽ നമുക്ക് എന്തോ ഗുണം? അവർ പറഞ്ഞു, എല്ലാ മാസവും നമുക്ക്
ഒരു പ്രൈസ് തുക ബംഗ്ലാവിൽ നിന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നാ ഞാൻ എഗ്രി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പ്രൈസ് ഞങ്ങൾ രണ്ടുപേരും സെലക്റ്റഡ് ആയി. ഞങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് റൂം, സ്റ്റാഫിന് താമസിക്കാനുള്ള റൂം, വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പഠിക്കുവാനുള്ള ഒരു അവസരം സ്വർഗത്തിലെ ദൈവം തന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വാഹനം തന്നു, വസ്ത്രം തന്നു. അതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുമായിട്ടുള്ള സമ്പർക്കം. മുണ്ടിയപ്പള്ളി അപ്പച്ചൻ, അതുപോലെ BT ജോസഫ് അപ്പച്ചൻ, അതുപോലെ തന്നെ ടിജു അപ്പച്ചൻ അപ്പച്ചൻ, അതുപോലെ തന്നെ TC ഈശോ അപ്പച്ചൻ, അതുപോലെ പിതാമഹന്മാർ ആയ പലരുടെയും ശുശ്രൂഷകൾ ചെയ്യുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോൺ ഹോസ്റ്റിൻ എന്ന കർത്താവിന്റെ ദാസനെ വരെ ഞങ്ങൾ ഹല്ലേലൂയ മിഷണറി ഡ്യൂട്ടിയിൽ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളിലും വളരെ വിശ്വസ്തന്മാരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോ എല്ലാവരും ബൈബിൾ കോളേജിൽ ചെല്ലുമ്പോൾ പ്രൈസ് ദി ലോർഡ് 10 കിലോ 15 കിലോ കുറയും. കാരണം ഭക്ഷണമൊക്കെ അങ്ങനത്തെ ആണല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ എനിക്ക് 10-15 കിലോ കൂടി. ദൈവത്തിന് സ്തോത്രം. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വണ്ണവും നല്ലൊരു രസമാണ് കാണാൻ. ഹല്ലേലൂയ. വത്സൻ കൊണ്ടുവരുന്ന നല്ല അമേരിക്കൻ ഡ്രസ്സുകളൊക്കെ ഇട്ട് നിൽക്കുമ്പോ ചിലപ്പോ വത്സന്റെ മോനാണെന്ന് തോന്നിപ്പോ. ഇച്ചിരി കറുപ്പുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഡോളർ സായിപ്പ്മാര് വരുമ്പോ ഡോളറ്, അതുപോലെ തന്നെ അവരുടെ പെർഫ്യൂമ്, അവരുടെ ഫുഡുകള്, അതിന് പിന്നെ ഉപ്പും മുളകും ഒന്നുമില്ല, അത് പിന്നെ കഴിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഏതായാലും കൊള്ളാം. ഇംഗ്ലീഷ് ഞാനാണെങ്കിൽ എന്താ പറയാ, ഈ പഠനത്തിൽ ഭയങ്കര മണ്ടെന്ന് പറഞ്ഞാൽ കലയിലാണ് എനിക്ക് കലയാണ് ഏറ്റവും കൂടുതൽ. പാടാനും അതുപോലെ തന്നെ സ്പോർട്സ്, അതുപോലെ തന്നെ അഭിനയിക്കാന്, ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗങ്ങൾ. പഠിക്കുവാനൊന്നും അത്ര പ്രശ്നമുള്ളൂ. ഇംഗ്ലീഷിനും ഹിന്ദിക്കും എപ്പോഴും 0 മാർക്കാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ബാക്കിയുള്ള സബ്ജക്റ്റിലെല്ലാം 90-നൊക്കെ അടുത്തുണ്ട്. സയൻസ് ഒക്കെ വലിയ ഇഷ്ടമാണ്, അതുപോലെ തന്നെ മലയാളമൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഹല്ലേലൂയ. എന്നോട് സായിപ്പാരി ചോദിക്കും ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും I am 24 years old. താങ്ക് യു എന്ന് പറയും. അപ്പോ ഭയങ്കര ചിരിയാണ് ആൾക്കാർ. അപ്പൊ എന്താണ് മറുപടി കൊടുക്കേണ്ടത് നമുക്ക് അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ അവർ പറയും നോ പ്രോബ്ലം രാജേഷ്, ദാറ്റ് ഇസ് ലാംഗ്വേജ് പ്രോബ്ലം, നോ പ്രോബ്ലം എന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടെ നിന്നപ്പോഴാണ്, അപ്പൊ ഞാൻ അവിടെ ചേരുമ്പോൾ എന്നോട് ME വർഷപ്പച്ചൻ പറഞ്ഞു, മോനെ മലയാളം മീഡിയം എടുത്താൽ മതി, പിതാക്കന്മാർ നന്നായിട്ട് മലയാളം പഠിപ്പിക്കുന്നു. ഇംഗ്ലീഷ് മീഡിയം പഠിച്ചാൽ നിനക്ക് ബൈബിളിനെ കുറിച്ച് എട്ടും പൊട്ടും ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് കുറച്ചുകൂടെ ഏറ്റവും നല്ലത്. അപ്പൊ അങ്ങനെ ഞാൻ അവരുടെ നിർദ്ദേശപ്രകാരമാണ് അവിടെ മലയാളം മീഡിയത്തിൽ പഠിച്ചത് 3 വർഷം, ഗ്രാജുവേറ്റ് ഇൻ തിയോളജി. അവിടെ പഠിച്ചു കഴിഞ്ഞ് അപ്പോൾ കുറച്ചുകൂടെ നല്ല വണ്ണമൊക്കെ വെച്ചു. അപ്പോൾ ആൾക്കാർ പറയുന്നത് പാസ്റ്റർ TS അബ്രഹാമിന്റെ കണ്ണിലുണ്ണിയാണല്ലോ, വത്സൻ അബ്രഹാമിന്റെ കണ്ണിലുണ്ണിയാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ 2 പേർക്കും പ്രൊഫസറോട് സഭകളൊക്കെ കിട്ടും. അപ്പൊ ഞങ്ങൾ അങ്ങനെ കോഴഞ്ചേരി ചർച്ചിന്റെ അസിസ്റ്റന്റ് പാസ്റ്റർ ആയിരുന്നു ഞാനും പാസ്റ്റർ ഷാജി അമ്പോളും. അപ്പൊ ഞങ്ങള് അവിടെ ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്തു. കീഴുകര, മേലുകര, നദിയുടെ വടക്ക് പടിഞ്ഞാറ്. ഞായറാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കുത്തിയിരിക്കും. അതിനുശേഷം ഒരു 4 മണിയാകുമ്പോൾ എല്ലാ ഭവനങ്ങളിലും പോയി ആൾക്കാരെ എല്ലാം വിളിച്ച് കൂട്ടായ്മകൾ നടത്തി. അങ്ങനെ രാത്രി 2 മണിയാകുമ്പോഴാണ് ഞങ്ങൾ ഹെബ്രോനിൽ ചെല്ലുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു വല്ലാത്ത ഒരു ആഗ്രഹവും വ്യഗ്രതയും ഉണ്ടായിരുന്നു. മറ്റുള്ളവർ സുവിശേഷം പറയാം. അപ്പൊ അന്ന് ഞങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഉള്ളവർ അവിടുത്തെ ജനറേറ്റർ, മൈക്ക് സിസ്റ്റം എല്ലാം എടുത്ത് പരിസരങ്ങളിൽ ടീമായിട്ട് കടന്നുപോയി എല്ലായിടും സുവിശേഷം പരസ്യവും നടത്തുവാൻ. ആൾക്കാർ ചോദിക്കും കുമ്പനാട്ട് എന്തിനാണ് പരസ്യവും നടത്തുന്നത്? ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ സ്ഥലങ്ങളിലെല്ലാം ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ദൈവത്തിന് സ്തുതിക്കുന്നു. ഞാനങ്ങനെ പ്രൈസലോട് എന്താ പറഞ്ഞത്, നല്ല വയറൊക്കെ ആയിട്ട് ഒരു വലിയ സെൻട്രൽ പാസ്റ്റർ ആകണം, വലിയ സഭയുടെ വലിയൊരു ഇൻചാർജ് ആകണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചാണല്ലോ കുമ്പനാട്ടോട്ട് കയറുമ്പോൾ നമ്മുടെ ചിന്തകൾ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുമ്പനാട് ഈ ജനറൽ കൺവെൻഷന് മുൻപ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ജേക്കബ് ജോണച്ചായനും അദ്ദേഹത്തിന്റെ ടീമും അവർ കടന്നു വന്ന ഒരു 40 ദിവസം ഉപവാസ പ്രാർത്ഥന വെക്കുമായിരുന്നു. അപ്പോൾ അതിന് ഞാൻ സംബന്ധിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പോയി. അപ്പൊ അന്ന് ഞാൻ ചെല്ലുകയും എന്നോട് പ്രാർത്ഥിക്കാൻ പറയുകയും ഞാൻ ഉച്ചസ്വരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ആ പ്രാർത്ഥന നിൽക്കുന്നതും ഒരു പ്രവചന ശബ്ദം വന്ന് വീഴാൻ തുടങ്ങി. ആ ശബ്ദത്തിനുടമ ഇവിടുന്ന് 3 മാസം കഴിയുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേലയ്ക്ക് പോകണമെന്ന് ദൈവാത്മാവ് കൽപ്പിക്കുന്നു, ഇവിടെ നിന്നാൽ നിന്റെ സ്പിരിച്വാലിറ്റി എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ഇവിടെ ഇതൊന്നൊരു പ്രവചനമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ഞാനത് ഹൃദയത്തിൽ ഹൃദയത്തിൽ സംഭരിച്ചുകൊണ്ട് ചെന്ന് മമ്മിയോട് പറഞ്ഞു. മമ്മി എന്ന് പറഞ്ഞാൽ TS അബ്രഹാമിന്റെ ഭാര്യ. മമ്മിയോട് പറഞ്ഞു, മമ്മി ഞാൻ ഇവിടുന്ന് പോവുകയാണ്, എന്നോട് നോർത്ത് ഇന്ത്യയിൽ പോകാനാണ് ദൈവാത്മാവ് പറഞ്ഞത്. അപ്പൊ മമ്മി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, സെക്കൻഡറാബാദ് ഉണ്ടല്ലോ നമ്മുടെ രാജേഷ്, സെക്കൻഡറാബാദിൽ പോ, അഥവാ നിനക്ക് അവിടെ ബോറടിച്ചാൽ തിരിച്ച് നേരെ കുമ്പനാട്ടിക്ക് വരാം എന്ന് പറഞ്ഞു.
എന്നെ വലിയ ഇഷ്ടമാണ്. കാരണം ടി എസ് എബ്രഹാമിന് എന്നെ വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര സ്നേഹമാണ്. ഇന്നും ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ പേരൊരിക്കലും മറന്നിട്ടില്ല. എപ്പോ ചെന്നാലും രാജേഷ് എന്ന് വിളിക്കും. അപ്പോൾ അവനെ അദ്ദേഹം പറഞ്ഞു, എന്നോട് പറഞ്ഞു, മോനെ എല്ലാവരും കുമ്പനാട് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലേക്ക് കടന്നു വരുവാനായിട്ട് ഇൻചാർജിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നീ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പപ്പ, ഞങ്ങൾ പപ്പ എന്നാ വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്നേഹം കൂടുമ്പോ കുഞ്ചാണ്ടി വിളിക്കും. പറഞ്ഞു പപ്പ ഞാനേ പപ്പ പറഞ്ഞിട്ടുണ്ടല്ലോ, പപ്പയുടെ സമയത്ത് ചില ടെസ്റ്റ് മണികൾ കെ എബ്രാപ്പച്ചന്റെ സമയത്തുള്ള ഭക്ഷണമില്ലാതെ ഈ ഹെബ്രോനിൽ അനേക ദിവസങ്ങൾ അവൻ ജീവിച്ചിട്ടുണ്ട് കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കും അതുപോലെ ഒരു കഷ്ടത വേണം. കാരണം ഞാൻ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്നതല്ലയോ. എനിക്കിപ്പോ പൈസ കിട്ടിയാൽ ഞാൻ ദൈവത്തെ മറക്കും. ഹല്ലേലൂയ. ഇങ്ങനെയാണല്ലോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ദൈവത്തെ മറക്കാൻ ഇഷ്ടമില്ല. എനിക്ക് കരയണം ദൈവസന്നിധിയിൽ. എന്റെ കുഞ്ഞുങ്ങൾ എന്നെ ഓർത്ത് കരയണം. എന്റെ അപ്പ നോർത്ത് ഇന്ത്യയിൽ കഷ്ടപ്പെട്ടു. ഭക്ഷണമില്ലാതെ ഞങ്ങൾ ജീവിച്ചു. ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലാതെ. ഹല്ലേലൂയ. ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കാൻ പൈസ ഇല്ലാതെ. എന്റെ അപ്പൻ ഞങ്ങളെ വളർത്തി എന്ന് പറയുന്ന ഒരു സാക്ഷ്യം വേണം. അതിനുവേണ്ടി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പ്രൈസ്, എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോകണം, കർത്താവിന്റെ വേല ചെയ്യണം. ഹല്ലേലൂയ. അദ്ദേഹത്തോട് ചോദിച്ചത് എങ്ങനെയാ പോന്നെ, എവിടാ പോന്നെ? ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ പോകുകയാണ്. അബ്രഹാമിനോട് പറഞ്ഞതുപോലെ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ഒരു ദേശമുണ്ട്, ആ ദേശത്തേക്ക് നീ വിട്ടോളാൻ പറഞ്ഞു. ആരെ കൊണ്ടുവന്ന് ചേർക്കും, ആര് കൊണ്ടുപോകുന്നു എനിക്കറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രൈസലോട് എന്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനാണ് ബാബു ഹല്ലേലൂയ സാജു ജോൺ മാത്യു, ഇന്ന് ആഫ്രിക്കയിലെ മിഷണറി ആയിരിക്കുന്ന സായിച്ചായൻ. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കടന്നു ചെന്നു. അവിടെ ജസിമാമെ കണ്ടു, മക്കളെ കണ്ടു. അന്ന് അവര് കുഞ്ഞുങ്ങളെല്ലാം ശുഭ്രയൊക്കെ വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ ഞാൻ ചെന്നവരുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. സായിച്ചാനും അവരുടെ ലോക്കൽ പാസ്റ്ററും എന്ത് ചെയ്യുന്നറിയാമോ, ഒരു ശിഷ്യത്വത്തെ കുറിച്ച് ഒരു ക്ലാസ് എടുത്തു. ആ ക്ലാസ്സിൽ ദൈവത്തിന് സ്തോത്രം എന്റെ ജീവിതം മാറി മറിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആരും അറിയാത്ത കുമ്പനാടൊക്കെ ആണെങ്കിൽ പ്രിയരെ, ഒരു കരിയിലെ പൊക്കി നോക്കിയാൽ 25 പാസ്റ്റർമാർ 50 പാസ്റ്റർമാരാണ് ഇതിന്റെ അടിയിൽ. എന്തിനാ വെറുതെ അവിടെ കിടന്ന് നമ്മൾ തല്ലുകൂടുന്നേ? അതിനെക്കാട്ടി നല്ല നോർത്ത് ഇന്ത്യൻ വയലുകൾ 70 കിലോമീറ്റർ 80 കിലോമീറ്റർ സഞ്ചരിച്ചാലും സഭയില്ല, പള്ളിയില്ലാത്ത സ്ഥലങ്ങൾ ഇവിടെ ഹല്ലേലൂയ വിശാലമായി കിടക്കുകയാണ്. അവിടേക്ക് നമുക്ക് പോയിക്കൂടെ? ദൈവത്തിന് സ്തോത്രം. ഞാനും വിചാരിച്ചു ശരിയല്ലയോ. ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അറിയപ്പെട്ട ഒരു കുടുംബമാണ്, അറിയപ്പെടുന്ന ഒരു പിതാവിന്റെ മകനാണ്. അതുപോലെ തന്നെ കുമ്പനാട്ട് വരികയും ഈ 3 വർഷം കൊണ്ട് ഞാനും പാസ്റ്റർ ഷാജിയമ്പോളും വലിയ പേരുകൾ സമ്പാദിക്കുവാനിടയായി തീർന്നു. എന്നാൽ ഇനി കർത്താവിന് വേണ്ടി ശൂന്യമായി തീരാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വലിയ പാടാകട്ടോ. ഹല്ലേലൂയ. അറിയുന്ന ഒരു സ്ഥലത്ത് നിന്ന് അറിയാത്ത ഒരു സ്ഥലത്തേക്ക് പോകുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ അങ്ങനെ സായിച്ചാനെ എനിക്ക് ടിക്കറ്റ് എടുത്തില്ല. കാരണം അദ്ദേഹത്തിന് വിശ്വാസമില്ലായിരുന്നു എന്നെ ഹെബ്രോനിൽ നിന്ന് വിടുവെന്ന്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ പാസ്റ്റർ ടി എസ് എബ്രഹാമിനോട് പറഞ്ഞതനുസരിച്ച് ഹല്ലേലൂയ ഹെബ്രോന്റെ ബംഗ്ലാവിനകത്തു നിന്ന് എന്നെ പ്രാർത്ഥിച്ച് പാസ്റ്റർ ടി എസ് എബ്രഹാം ഹല്ലേലൂയ നോർത്ത് ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നോട് പറഞ്ഞു, കഷ്ടവും ദുഃഖവും വേദനയും വരുമ്പോൾ അവിടെ നിൽക്കരുത്, നീ ഇങ്ങ് വരണം, നിനക്ക് ഞാനിവിടെ സഭ തരാം എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നോട് ഞാൻ വീണ്ടും അത് ഓർപ്പിച്ചോളട്ടെ, ഞങ്ങളെ വലിയ സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ സായിച്ചാന്റെ കൂടെ നേരെ ദമോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കടന്നു പോവുകയാണ്. ഒരു തണുപ്പ് കാലം കഴിഞ്ഞ് അങ്ങോട്ട് കയറുന്ന ഒരു സമയമാണ് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ഞങ്ങൾ അവിടെ ചെന്നു. പരിചയമില്ലാത്ത ട്രെയിൻ യാത്ര വളരെ ആശ്ചര്യം തോന്നും. പശുവും ആടും വീട്ടുകാരും തത്തമ്മയും പ്രൈസ് ദി ലോർഡ് ആൾക്കാരൊക്കെ മൊത്തത്തിൽ കയറി യാത്ര ചെയ്യുന്ന ഒരു ട്രെയിൻ. ദൈവത്തിന് സ്തോത്രം. വളരെ കഷ്ടതയിൽ ഞങ്ങൾ ബീനയിൽ ഇറങ്ങി. ബീനയിൽ നിന്ന് മറ്റൊരു ട്രെയിനിൽ ഞങ്ങൾ ദമോവിലേക്ക് ചെന്നു. അവിടെ ഇറങ്ങി. ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോ റൗണ്ട് അബൌട്ടിനകത്ത് ഒരു പിതാവിനെ ഓടിച്ച് അദ്ദേഹം അവിടെ കിടന്ന് ഭിക്ഷ ചോദിക്കുന്നത് ഞാൻ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചെന്നിട്ട് റിക്ഷയ്ക്കകത്ത് കയറിയില്ല. കാരണം നമ്മള് ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് ചെന്നിട്ടേ നോർത്ത് ഇന്ത്യ വരുമ്പോ നമുക്ക് മനുഷ്യർ ചവിട്ടുന്ന റിക്ഷയിൽ കയറാൻ നമ്മുടെ മനസ്സ് അനുവദിക്കത്തില്ല. ഞാൻ ഇറങ്ങിയിട്ട് തള്ളിക്കൊടുത്തു. ബാക്കി എല്ലാവരും ഇരിക്കുക. അപ്പൊ എന്നോട് സായിച്ചാൻ പറഞ്ഞു, എടാ നീ കൂടെ കയറ്, നീ കയറിയാലല്ലേ അദ്ദേഹത്തിന് പൈസ കിട്ടത്തുള്ളൂ, എന്നാലല്ലേ അവർക്ക് റൊട്ടി മേടിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇല്ല ചാ, ഞാൻ തെള്ളിക്കോളാന്ന് പറഞ്ഞ് റിക്ഷ തെള്ളുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. കയറ്റമൊക്കെ വരുമ്പോ ഞാൻ ചാടി ഇറങ്ങി ഈ റിക്ഷ തെള്ളും.
ദൈവത്തിന്. അങ്ങനെ ഞങ്ങൾ അസാട്ടി ഹൗസിലെത്തി. അവിടെ ജൈനന്മാരുടെ സ്ഥലമാണ്. ദൈവത്തിന് സ്തോത്രം. കഴുകന്മാർ ഒത്തിരിയുണ്ട്. വൾച്ചേഴ്സ്, ശവം തിന്നുന്ന ശവന്തീനികളായ കഴുകന്മാർ. ദൈവത്തിന് സ്തോത്രം. അവിടെ നമ്മുടെ എന്താ പറയുന്നത്, ബീഫിന് വെറും 10 രൂപയുള്ളെന്ന്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് നമ്മൾ ജൈനന്മാരുടെ വീട്ടില് മുകളത്തെ നിലയിൽ താമസിക്കുന്നത് കൊണ്ട് മുട്ട, ഇറച്ചി, ഇതൊന്നും കഴിക്കാൻ പാടില്ല. മുട്ട, ഇറച്ചി. ദൈവത്തിന് സ്തോത്രം. കേരളക്കാരെ ഒന്ന് ഓർത്തേ, മുട്ടയില്ലാതെ ഇറച്ചിയില്ലാതെ കഴിക്കാൻ പറ്റുമോ? 10 രൂപയ്ക്ക് കിട്ടുന്ന സാധനം നമ്മുടെ കണ്ണിന് മുമ്പിൽ ഇരുന്ന് നമ്മളെ മാടി വിളിക്കുമ്പോൾ എങ്ങനെ അതിനെ തൊടാതിരിക്കാൻ സാധിക്കും? ദൈവത്തിന് സ്തോത്രം. അവിടെ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല. ദൈവത്തിന് സ്തോത്രം. മുട്ട കഴിക്കാൻ പറ്റിയില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി ചിലത് ത്യാഗം ചെയ്യുവാനുള്ള ഒരു മനസ്സുണ്ടായി. ദൈവത്തിന് സ്തോത്രം. അതിരാവിലെ ട്രാക്റ്റുകൾ എടുത്തുകൊണ്ട് അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി. ട്രാക്റ്റുകൾ വിതരണം ചെയ്ത് 10 മണിക്ക് മുമ്പ് വീട്ടിനകത്ത് കയറണം. അല്ലെങ്കിൽ ഭയങ്കര താപമാണ്. സൺഷോക്ക് അടിച്ച് അനേകര് മരിക്കുന്നുണ്ട് അവിടെ. ദൈവത്തിന് സ്തോത്രം. വെള്ളം നല്ലതില്ല. ഞങ്ങൾ പോയത് ഒരു ഗ്രാമത്തിലാണ്. രാജപട്ടണ ജോർത്തല എന്ന് പറഞ്ഞൊരു വലിയ പട്ടണം. വലിയ ഗ്രാമങ്ങൾ, കുഗ്രാമങ്ങൾ. ഒരു ബസ് മാത്രമേ ഉള്ളൂ. ആ ബസ്സിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ ബോഡിയെല്ലാം ബ്രേക്ക് പിടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇത് അവിടെ ചെല്ലുപോകുന്നത് തന്നെ നമുക്ക് പേടിയാ. ഇങ്ങനെയുള്ള അവസരത്തിൽ കറണ്ടില്ലാത്ത സ്ഥലങ്ങളിൽ കടന്നു ചെന്നു. ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ ഒരു വീട് വാടകയ്ക്ക് എടുത്തു. അവിടെ ഞങ്ങൾ താമസിച്ചു. അത്ഭുതങ്ങൾ അവിടെ നടക്കുകയാണ്. ഞങ്ങൾ ചോദിച്ചപ്പോൾ യേശു ക്രിസ്തു ഭരമം ജാൻതേ ഹേ എന്ന് ചോദിച്ചു. അവിടെ ഈ എന്താ പറയുന്നത്, ബുന്ദേൽഖണ്ഡി എന്ന് പറയുന്ന ഒരു ഭാഷയാണ് അവർ ഉപയോഗിക്കുന്നത്. ഹിന്ദി അല്ല. അതിന് കുച്ചുനഹിക്ക് കച്ചുനഞ്ഞ എന്നാ പറയുന്നത്. അങ്ങനെ ബുന്ദേൽഖണ്ഡിയിൽ ജീസസ് ഫിലിം കൊണ്ടുവന്നു. ഏഞ്ചലോസിന്റെ വണ്ടി സൈച്ചാന്റെ ഇൻഫ്ലുവൻസിലൂടെ ICPFന്റെ വണ്ടി കൊണ്ടുവന്ന് ആ ദേശത്തെല്ലാം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ രാത്രിയിൽ ജീസസ് ഫിലിം ബുന്ദേൽഖണ്ഡ് ഭാഷയിൽ കൊടുക്കുവാനിടയായി തീർന്നു. പ്രിയരെ, അനേകർ യേശുവിനെ അറിയുവാനിടയായി തീർന്നു. നോക്കണേ, ദൈവത്തിന് സ്തോത്രം. അനേകര് പറഞ്ഞു ഇന്ത്യൻ ഗ്രാമങ്ങളെല്ലാം സുവിശേഷീകരിക്കപ്പെട്ട് കിടക്കുകയാണ്. എന്നാൽ അവര് പറഞ്ഞത് കള്ളമാണ്. ഇനിയും അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം എത്താനുണ്ട്, ബൈബിൾ എത്താനുണ്ട്, അനേകർ യേശുവിനെ അറിയുവാനുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് ഇന്ത്യ സുവിശേഷീകരിച്ച് തീർന്നു എന്ന് പറയുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഇന്ത്യയിലെ ഗ്രാമങ്ങളെ തൊട്ടറിയുന്നത് കൊണ്ട് 27 വർഷമായിട്ട് ഗ്രാമങ്ങൾ കിടന്ന് പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഹല്ലേലൂയ, ഇനിയും ശുശ്രൂഷകന്മാരെ ആവശ്യമുണ്ട്. ഇനിയും നിങ്ങളുടെ സഹായങ്ങൾ ആവശ്യമുണ്ട്. ഇനിയും നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. അനേക ഗ്രാമങ്ങൾ കാത്തിരിക്കുന്നു യേശുവിന് വേണ്ടി. ഇനിയും അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം എത്താത്ത അനേക കുഗ്രാമങ്ങൾ ഇന്ത്യയിലുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവർക്ക് നന്ദി, സഹായിക്കുന്നവർക്ക് നന്ദി പ്രിയരെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ വീണ്ടും വിശാഖപട്ടണത്ത് കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാം കൂടെ പറഞ്ഞ സമയം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിടുകയാണ്. വീണ്ടും 2 വർഷം അവിടെ ദൈവവചനം പഠിച്ചു. 5 പൈസ കയ്യിലില്ല. കുമരട്ടാണെങ്കിൽ സഹായമുണ്ട്, ആരെങ്കിലും സഹായിക്കും. നോർത്ത് ഈസ്റ്റുകാരാണ് 75%. മണിപ്പൂർ, നാഗാലാൻഡ്, അവിടെ നിന്ന് വന്ന, ആസാമിൽ നിന്ന് വന്നവരാണ്. അവർക്ക് വളരെ പൈസ കിട്ടും. കാരണം അവരുടെ ചർച്ച് കൊടുക്കും, അവരുടെ മാതാപിതാക്കന്മാർ കൊടുക്കും, അവരുടെ ഗവൺമെന്റ് സ്കോളർഷിപ്പ് അവർക്ക് കൊടുക്കും. നമുക്കാണ് ഒരു സ്കോളർഷിപ്പും ഇല്ല. മേളിൽ നിന്ന് കർത്താവ് എന്തെങ്കിലും തന്നെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. പലപ്പോഴും പലരുടെ മുമ്പിൽ ചിരിച്ച് സന്തോഷമായിട്ട് നടക്കുന്ന ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ പ്രയർ ടവറിൽ നിന്ന് കരയാൻ തുടങ്ങി. ഫീസ് അടയ്ക്കാൻ പൈസയില്ല. പ്രൈസലോട് സോപ്പ് മേടിക്കാൻ പൈസയില്ല. ദൈവത്തിന് സ്തോത്രം. പേപ്പർ ഷീറ്റുകൾ മേടിക്കാൻ പൈസയില്ല, ബുക്കുകൾ മേടിക്കാൻ പൈസയില്ല. എന്നാൽ ഹല്ലേലൂയ, എന്റെ കൂടെ കുമ്പനാട്ട് പഠിച്ച ഒരു അച്ചായനുണ്ടായിരുന്നു. കാലിഫോർണിയയിലാണ് അദ്ദേഹം പറഞ്ഞു, മോനെ നിനക്ക് എന്തെങ്കിലും, എന്നെ കഴിഞ്ഞ 10 വയസ്സിന് മൂത്തതാണ്, എന്തെങ്കിലും ആവശ്യം വരുവാണെ എന്നെ ഒന്ന് എഴുതി അറിയിക്കണേ എന്ന് പറഞ്ഞു. ഞാൻ വെറുതെ പ്രൈസലോട് പേരും പേപ്പറും എടുത്ത് അച്ചായനെ എഴുതി. എന്നാൽ ഞാൻ പറയട്ടെ, അടുത്ത മാസം മുതൽ എനിക്ക് പഠിക്കുവാനുള്ള തുക ഒരു അമേരിക്കൻ ലെറ്ററിലൂടെ കടന്നു വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ ദൈവത്തിന് വേണ്ടി കാൽ വെച്ചാൽ ആ കാല് വിശ്വാസത്തിന്റെ കാലാണെങ്കിൽ പത്രോസിനെ പോലെ ചില അടികൾ നമുക്ക് മുൻപോട്ട് നടക്കാൻ സാധിക്കും. ഹല്ലേലൂയ. പത്രോസിനെ പോലെ 27 വർഷം ഒറീസയിൽ ഞാൻ കർത്താവിന്റെ വേല ചെയ്യുകയാണ് വിശ്വാസത്തോടുകൂടെ. ദൈവം തരുമ്പോൾ അത്ഭുതകരമായി തന്നുകൊണ്ടിരിക്കുന്നു, അനേകരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് മിഷൻ ഒഡീസ എന്ന് പറഞ്ഞ ഫേസ്ബുക്കിൽ ഒരു പേരുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഒന്ന് എഴുതിയിട്ട് ഇരിക്കുക. ഞാനിവിടെ അത് ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തതാണ്. നമുക്ക് ഇവിടെ ഒരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യണം. എനിക്കൊരു ചെറിയ ഓർഫനേജ് ഉണ്ട്. 18-19 കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്.
അമ്മയില്ലാത്ത, അപ്പനില്ലാത്ത, അപ്പനും അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾ, കുഷ്ഠരോഗികളുടെ ഗ്രാമങ്ങളിൽ നിന്ന് കുഷ്ഠരോഗികളായ മാതാപിതാക്കന്മാരുടെ മക്കളെ ഞാൻ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 2002 ഞാൻ ഓർഫനേജ് ആരംഭിച്ചത്. കാരണം ഞാനും ഒരു സെമി ഓർഫനായിരുന്നു. എനിക്കറിയാം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാൻ. എന്റെ ഉള്ളിലും ആ ദാഹം ദൈവം എനിക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഹല്ലേലൂയ. കർത്താവിന് വേല ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ചെറിയ കുഞ്ഞിനെ സഹായിച്ചാൽ ആ ജീവനാന്ത കാലം വരെ അവൻ കർത്താവിന്റെ വേല ചെയ്യും. അതിന് ഉദാഹരണമാണ് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ദൈവവചനം പ്രസ്താവിക്കുന്ന പാസ്റ്റർ രാജേഷ് പിള്ള ഒറീസ. ദൈവത്തിന് സ്തോത്ര. ഹല്ലേലൂയ. ചെറുപ്രായത്തിൽ 2.5 വർഷം ആ ചിൽഡ്രൻസ് ഹോമിൽ അല്ലെങ്കിൽ ബാലഭവനിൽ നിന്ന് കിട്ടിയ ആത്മീയ ദൂത് അത് വീണ്ടും ഹല്ലേലൂയ ആർത്ത് കിളിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒരു സുവിശേഷകനായി മാറി, ഒരു മിഷണറിയായി മാറി, ഒരു ദൈവദാസനായി മാറുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയെങ്കിൽ ആമേൻ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഒന്നും വ്യർത്ഥമല്ല പ്രിയരെ. ഹല്ലേലൂയ. നിങ്ങൾ ഒരു കാശ് എങ്കിലും സുവിശേഷ വേലയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയ്ക്ക് തീർച്ചയായും ലഭിച്ചിരിക്കും. ഹല്ലേലൂയ. അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളവിനെ ദൈവം നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ITയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. സോളാറിൽ പ്രൈസ് ദി ലോർഡ് ഒക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ അപ്പന്റെ കഴുത്ത് വെട്ടി മന്ത്രവാദിയായിരുന്നു. ആ കുഞ്ഞിനെ ഞാൻ 4 വയസ്സിൽ എടുത്തോണ്ട് വന്നു. അവനിപ്പോൾ പ്രൈസ് ദി ലോർഡ്, അവന്റെ പേര് ആകാശ് മാലിക് എന്നാണ്. അവനെ ഹല്ലേലൂയ ITയിൽ ഇന്ന് പഠിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 10ാം ക്ലാസ് പാസ്സായി. മറ്റൊരു കുഞ്ഞാണ് വർഷ. അവിടെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചു. ഹല്ലേലൂയ. അവിടെ പ്രൈസ് പോറ്റപ്പൻ കൊണ്ടുവന്ന് ഞങ്ങളുടെ തന്നതാണ്. എന്നാൽ അവൾ ഇന്ന് ITയിൽ പഠിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് അവളാണ്. 21 വയസ്സുള്ള ഒരു കുഞ്ഞ്. അതുപോലെ തന്നെ സ്വീറ്റി, അപ്പനും അമ്മയും മരിച്ചുപോയി. TB രോഗം വന്നു. ഈ കുഞ്ഞിനെ ഞങ്ങളുടെ കൈ കിട്ടി. അവർക്ക് TB രോഗമായിരുന്നു. 3ാമത്തെ വയസ്സിലാണ് ഞങ്ങളുടെ കൈ കിട്ടുന്നത്. എന്റെ ഭാര്യ ജിജി, ഹല്ലേലൂയ, ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കി. ഒരു വർഷം മുഴുവനും ഈ TB രോഗത്തിന് മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരു ദിവസം പോലും മുടങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ദിവസവും മരുന്ന് കൊടുത്ത കുഞ്ഞിനെ ഞങ്ങൾ മനുഷ്യയാക്കി മാറ്റി, നല്ലൊരു കുഞ്ഞാക്കി മാറ്റി. ഇന്ന് 7ാം ക്ലാസ്സിൽ അവർ പഠിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ വേലയില് പ്രിയരെ, നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ഒരു വിവാഹം നടക്കുകയാണ്. ഒരു സ്ട്രീറ്റ് ആണിത്. ചിലപ്പോൾ മ്യൂസിക് വളരെ ശക്തമായി കടന്നു വരും. ആ സമയത്ത് ഞാൻ എന്റെ സാക്ഷ്യം ഇവിടെ ഉപസംഹരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ തന്നെ ആയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ 2002 ഓർഫനേജ് ആരംഭിച്ചു കേട്ടോ. 2005 ആയപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അത് നിർത്തേണ്ടതായിട്ട് വന്നു. ഹല്ലേലൂയ. വീണ്ടും കർത്താവിന് വേല ചെയ്യാൻ തുടങ്ങി. അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി. ഒറീസയിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും 30 ഡിസ്ട്രിക്ട് ഉണ്ട് ഒറീസ. ക്ഷേത്രങ്ങളുടെ നഗരിയായ ഒറീസ. സുവിശേഷത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒറീസ. ദൈവദാസന്മാരെ അഴിക്കുന്ന ഒറീസ. ദൈവദാസന്മാരെ കൊല്ലുന്ന ഒറീസ. സഭയ്ക്കകത്ത് കയറി പ്രൈസ് ദി ലോർഡ് എല്ലാ പ്രൈസ് ദി ലോർഡ് ഹല തിങ്സുകളും നശിപ്പിക്കുന്ന ആൾക്കാരുള്ള സ്ഥലം. ഹല്ലേലൂയ. അവർക്ക് നമ്മുടെ ദൈവത്തെ പേടിയില്ല. അങ്ങനെ ഇവിടെ കടന്നു വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ വളരെ കഷ്ടതയിലൂടെ മുമ്പോട്ട് പോകാൻ തുടങ്ങി. എന്റെ 1998 എന്റെ വിവാഹം നടന്നു. പാലക്കാട്ടുകാരി കാത്തലിക്സിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് കടന്നു വന്ന ഒരു കുടുംബത്തിന്റെ മൂത്ത മകളെ പാസ്റ്ററെ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വിവാഹം തൃശ്ശൂരിൽ വെച്ച് നടക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒറീസയിലേക്ക് തിരിച്ചു വന്നു. ഭാഷ പഠിച്ചു. എന്നെക്കാളിൽ നന്നായിട്ട് ഒറിയ സംസാരിക്കുന്ന എന്റെ ഭാര്യയാണ്. നല്ലൊരു പ്രസംഗകയും കൂടെയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കുമ്പോൾ ഒറിയയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് എന്റെ ഭാര്യയാണ്. വോയിസ് ഓഫ് ഒഡീസ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. വലിയ ഫേമസ് ഒന്നുമല്ല, ഒത്തിരി പേരൊന്നും ഇല്ല. എങ്കിലും നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് കയറി നോക്കാം. വോയിസ് ഓഫ് ഒഡീസ. പാസ്റ്റർ രാജേഷ് പിള്ള എന്ന് അടിക്കണം. വോയിസ് ഓഫ് ഒഡീസ പാസ്റ്റർ രാജേഷ് പിള്ള എന്ന് അടിച്ചു നോക്കണം. ഞങ്ങൾ രണ്ടുപേരും ശുശ്രൂഷിക്കുന്നത്, പല സ്ഥലങ്ങളിൽ കടന്നുപോയി ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകൾ അതിനകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വളരെ സന്തോഷമായി അനേകരെ സ്നാനപ്പെടുത്തുവാൻ കഴിഞ്ഞു. അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഭകൾ അനേക സ്ഥലങ്ങളിൽ സ്ഥാപിച്ചു. ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഇവിടെ നമ്മളെല്ലാം വാടക കെട്ടിടത്തിലാണ്. ഞങ്ങൾ താമസിക്കുന്നത്, ബോയ്സ് താമസിക്കുന്നത്, ഗേൾസ് താമസിക്കുന്നത്, ചർച്ച് ആരാധന എല്ലാം ഒരു 10-35,000 രൂപയുടെ വാടകയാണ് എല്ലാ മാസം കൊടുക്കുന്നത്. കർത്താവ് അത്ഭുതകരമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. അതുപോലെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒറീസയിലെ മിഷണറി പ്രവർത്തനം കാണുവാനും ഞങ്ങളെ എൻകറേജ് ചെയ്യുവാനും കഴിയുമെങ്കിൽ പ്രൈസ് വിദേശത്തുള്ളവർ കടന്നു വരിക. കേരളത്തിലുള്ളവരെ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ കടന്നു വന്ന് നമുക്ക് പ്രവർത്തിക്കാം. ഞാൻ ഈ ഒറീസ വിട്ട് ഓടിപ്പോകാനായിട്ട് ആഗ്രഹിച്ച വ്യക്തിയാണ്. എന്നാൽ 1999 ജാനുവരി 23-ാം തീയതി ഗ്രഹാം സ്റ്റേഡിയത്തിൽ
സ്റ്റേൻസിനെയും അദ്ദേഹത്തിന്റെ 2 മക്കളെയും സുവിശേഷ വിരോധികൾ, എക്സ്ട്രീം ഹിന്ദുക്കൾ അവരെ പ്രൈസ്തലോർഡ് ചുട്ടുകരിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ എന്നോട് കർത്താവ് പറഞ്ഞു, നീ ഒറീസ വിട്ടു പോകാൻ പാടില്ല. ഞാൻ ഇവിടെ നിന്ന് കടന്ന് യാത്ര ചെയ്ത് 12 മണിക്കൂർ യാത്ര ചെയ്ത് ബാരിപ്പതയിലെത്തി. പ്രിയ ഗ്ലാഡിസ് ആന്റിയെ കണ്ടു. ആന്റിയെ ഇന്റർവ്യൂ ചെയ്യുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ മുമ്പിൽ ധാരധാരയായി കരയുന്ന ആന്റിയുടെ മുഖം ഇന്നും എനിക്ക് ഒരിക്കലും വിസ്മരിക്കുവാൻ സാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ ഭാര്യ 3 മാസം ഗർഭിണിയാണ്. എനിക്കൊരു മകനെ തന്നാൽ ഗ്രഹാം സ്റ്റെയിൻസിന്റെ പേര് ആദ്യം ഇട്ട് അവനെ ഞാനൊരു മിഷണറി ആക്കി കൊണ്ടുവരും എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തു കൊടുത്തു. ഹല്ലേലൂയ. ആന്റിയുടെ മുഖത്ത് പ്രകാശിക്കുന്ന പ്രകാശം ഞാൻ കണ്ടു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അമ്പരചുംബികളായ ഓസ്ട്രേലിയയിലെ സ്ഥലങ്ങൾ പ്രൈസ്തലോർഡ് തൃണവൽക്കരിച്ച് ഒറീസയിലെ കുഗ്രാമങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത് ഗ്രഹാം സ്റ്റെയിൻസ് ചെയ്ത പ്രവർത്തനം എന്തിനാണെന്ന് ദൈവാത്മാവ് എന്നോട് ചോദിച്ചു. എന്നോട് സ്നേഹമുള്ളത് കൊണ്ടാ. യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു, നീ കുമ്പനാടിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ, നീ പൈസയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ, നീ പദവിയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ച ചോദ്യത്തിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ മുമ്പ് എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുവാനിടയായി തീർന്നു. എനിക്ക് പേര് വേണ്ട, എനിക്ക് പൈസ വേണ്ട, എനിക്ക് സ്ഥാനം വേണ്ട. ഞാൻ കർത്താവിന് വേണ്ടി എവിടെങ്കിലും എരിഞ്ഞടങ്ങിക്കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. എന്റെ ലൈഫിനെ ഞാൻ സമ്പൂർണ്ണമായി സമർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയരെ, പ്രൈസ് ദി ലോർഡ്. അവിടെ സന്തോഷത്തോടെ കടന്നു വന്നു. 9ാം മാസമായപ്പോൾ എന്റെ ഭാര്യ മഞ്ഞപ്പിത്ത രോഗം ബാധിച്ച് മരണത്തോട് മല്ലടിക്കുവാനിടയായി തീർന്നു. ഇവിടെ ഞങ്ങൾക്ക് മരുന്ന് കിട്ടിയില്ല. നാട്ടിൽ കടന്നുപോയി. അത്ഭുതകരമായ ചികിത്സ ലഭിച്ചു. എന്നാൽ ഡോക്ടർമാർ പറഞ്ഞു, ഹോപ്പില്ല. ചിലപ്പോൾ മകനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഭാര്യയോ ആരെങ്കിലും. മഞ്ഞപ്പിത്തം വളരെ ഡേഞ്ചറാണ്. ഞാൻ അവിടുത്തെ ഹല്ലേലൂയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഞങ്ങൾ അഡ്മിറ്റ് ആയത്. ആരും സഹായിപ്പാനില്ല. കയ്യിൽ 5 പൈസയില്ല. ഒരു മിഷണറിയുടെ നിസ്സഹായ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. കുറ്റിക്കാടിൽ കടന്നുപോയി നെഞ്ചത്ത് കൈവച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവേ, ചെറുപ്പം മുതൽ ഞാൻ അങ്ങയെ സ്നേഹിച്ച് എന്റെ സ്വന്തം രാജ്യത്തെ വിട്ട്, എന്റെ നാട്ടുകാരെ വിട്ട്, എന്റെ ഭാഷ വിട്ട് അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ഒറീസയിൽ കടന്നു വന്നു. എന്റെ കുടുംബത്തെ നഷ്ടപ്പെടുത്തരുതേ, എന്റെ ഭാര്യ നഷ്ടപ്പെടല്ലേ, എന്റെ കുഞ്ഞ് നഷ്ടപ്പെടരുതേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ധാരധാരയായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ കൂടെ അഡ്മിറ്റ് ചെയ്ത ഒരു അമ്മ പ്രസവിച്ച് ആ മാതാവ് മരിച്ചു. സാത്താൻ എന്നോട് പറഞ്ഞു, നിനക്കും ഈ ഗതികേട് വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. എനിക്ക് ദൈവം ധൈര്യപ്പെടുത്തി ഒരു വചനം തന്നു. നീ മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന് എന്റെ പ്രവൃത്തികളെ നീ മറ്റുള്ളവരുടെ മുമ്പിൽ വർണ്ണിക്കും. ദൈവത്തിന് സ്തോത്രം. നിന്നെ വിളിച്ചത് നശിക്കുവാനല്ല, നിന്നെ വിളിച്ചത് നിന്റെ തലമുറ ഇല്ലാതാകുവാനല്ല. എന്റെ മഹനീയമായ വേലയിൽ ശ്രമിക്കുവാനാണ് മകനെ ഞാൻ വിളിച്ചതെന്ന് ദൈവാത്മാവ് പറഞ്ഞു. ഒറീസയിൽ നിന്ന് ഒരു ദൈവദാസൻ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. അദ്ദേഹത്തെ ഒറിയ പാസ്റ്റർ കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 14 ദിവസമായപ്പോൾ ജിജി സൗഖ്യമായി ഞങ്ങളെ വീട്ടിലേക്ക് അയച്ചു. ഹല്ലേലൂയ. അവിടുത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് ദൈവം 1999 എനിക്ക് ദാനമായിട്ട് ഒരു മകനെ തന്നു. അവന്റെ പേരാണ് ഹല്ലേലൂയ സ്റ്റെയിൻസ് രാജേഷ്. ദൈവത്തിന് സ്തോത്രം. ആന്റിയോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കുവാനിടയായി തീർന്നു. പ്രിയരെ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇന്ന് സുവിശേഷ വേല അദ്ദേഹം മരിച്ചതുകൊണ്ട് എന്നെ ആരെങ്കിലും കൊന്നിരുന്നെങ്കിൽ ഇത്രയും മിഷണറിമാർ ഒരിക്കലും ഒറീസയിൽ കടന്നു വരികയില്ലായിരുന്നു. എന്നാൽ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന ആ വലിയ അഭിഷക്തൻ കർത്താവിന് വേണ്ടി ജീവൻ വെടിഞ്ഞതുകൊണ്ട് ഞാൻ പറയട്ടെ, നൂറുകണക്കിന് ഹല്ലേലൂയ അഭിഷക്തന്മാർ ഒറീസയിൽ കടന്നു വരുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ വേല ചെയ്യുന്നു. ഹല്ലേലൂയ. അനേക മലയാളി പാസ്റ്റർമാർ കടന്നു വന്ന് ഒറീസയുടെ വിവിധ ഭാഗങ്ങളിൽ അത്ഭുതകരമായ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ഹല്ലേലൂയ ഈ പ്രവർത്തനങ്ങളിൽ ഹല്ലേലൂയ പങ്കുചേരുവാൻ ഞാൻ വിളിക്കുകയാണ്. ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ? ഒരു ഓർഫനേജിനെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ? ഒരു ബൈബിൾ കോളേജിനെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ? ഒരു പാസ്റ്ററെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ? ദൈവത്തിന് സ്തോത്ര. ഹല്ലേലൂയ. അനേക സ്ഥലങ്ങളിൽ നമ്മുടെ ദൈവദാസന്മാർക്ക് സഹായമില്ലാതെ അവർ വിഷമിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയിൽ ഓർക്കുക, ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവത്തിന് സ്തോത്രം. സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. മറ്റൊരു പ്രാവശ്യം ദൈവം അനുവദിച്ചാൽ വീണ്ടും കടന്നു വരാം. സമയം തന്ന സിസ്റ്ററിനോട്, സമയം തന്ന കർത്താവദാസൻ പ്രൈസലോട്, ഹല്ലേലൂയ ജോസഫ് മാത്യു പാസ്റ്ററിനോടും ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവ മക്കളോടും പ്രൈസലോട് എന്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. കർത്താവ് വരുന്നത് വരെ നമുക്ക് വിശ്വസ്തമായി ജീവിക്കാം. കർത്താവിന്റെ വേലയിൽ മുന്നേറാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. പ്രാർത്ഥിക്കാമോ? തീർച്ചയായിട്ടും.
മഹാപരിശുദ്ധനുമായ ദൈവമേ, സ്വർഗീയ പിതാവ്, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. ഇത്രയും സമയം സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ആമേൻ, ഹല്ലേലൂയ, ആമേ, അങ്ങ് ഇടയാക്കിയതിനായി സ്തുതിക്കുന്നു. ഈ പ്രാർത്ഥന ലൈനിൽ വോയിസ് കേൾക്കുന്ന എല്ലാവർക്കും വലിയൊരു ആശ്വാസം ഉണ്ടാകട്ടെ, വലിയൊരു വിടുതൽ ഉണ്ടാകട്ടെ, ഭവനത്തിനകത്ത് വലിയൊരു വിടുതൽ ഉണ്ടാകട്ടെ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യതിയാനം ഉണ്ടാകട്ടെ. അമേരിക്കയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹപ്പെട്ടവരായി മാറട്ടെ. അവർ ചതിക്കുഴിയിൽ പോകാനോ ഡ്രഗ്സിൽ പോകാനോ അന്ധകാരത്തിൽ പോകാനോ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുകയാണ്. മാതാപിതാക്കളുടെ വാക്കുകൾ കേൾക്കുന്ന തലമുറകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുക. ഓരോ കുടുംബത്തിലും സമാധാനം ഉണ്ടാകട്ടെ കർത്താവേ. അവര് ഫേസ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളും അവരുടെ മുമ്പിൽ നിന്ന് മാറട്ടെ. അവർക്കെതിരായി നിൽക്കുന്ന അമേലിക്ക രാക്ഷസന്മാർ യേശുവിന്റെ നാമത്തിൽ ഹെബ്രോൻ വിട്ട് ഓടിപ്പോകട്ടെ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ മൗണ്ടൻ പിടിക്കുവാൻ കാലേബും അവന്റെ കൂട്ടരും ചെല്ലുന്നതുപോലെ ചില സ്ഥലങ്ങൾ പിടിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഇറങ്ങാൻ പോകുകയാണ്. ഇന്ത്യയുടെ പല സ്ഥലങ്ങളും കർത്താവിന് വേണ്ടി പിടിക്കുവാനുണ്ട്. അനേക മല്ലന്മാരെ ഇവിടെ നിന്ന്, അനേക പ്രിൻസിപ്പാലിറ്റികളെ ഓടിക്കുവാനുണ്ട്. കർത്താവേ, അങ്ങ് ഞങ്ങളോട് ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദുഷ്ടസേനകളെ തകർക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളോട് ഇരിക്കണമേ. ആരെങ്കിലും സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവേ, യു സെൻഡ് യുവർ വേർഡ് ഓഫ് ഗോഡ്, ദൈ വേർഡ്, ഹല്ലേലൂയ, ഗോയിങ് ടു ഹീൽ റൈറ്റ് നൗ. കർത്താവേ, അങ്ങയുടെ വചനം ക്രിയേറ്റ് ചെയ്യണമേ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഈ വചനം, ഈ സാക്ഷ്യം അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥന ഘടനായി സ്തുതിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ.